ഇത് പിന്തു, സ്ലമ്മിലെ റൗഡികളുടെ ഇടയിൽ കിടന്നു വളർന്ന ഒരു ചെറുപ്പക്കാരൻ. റൗഡിസത്തിൽ പേരെടുക്കണം, പ്രശസ്തനാകണമെന്ന് ചിന്തിച്ച് ഇവൻ ജീവിക്കുന്നു. കൊലപാതകം ചെയ്ത് ജയിലിൽ പോകണം, തിരിച്ചു വന്ന് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെയാണ് ഇവന്റെ ചിന്ത. പണത്തിനു വേണ്ടി ഏത് ക്രൈം ചെയ്യാനും ഇവൻ തയ്യാറാണ്. ഇനി എത്ര ദിവസത്തേക്ക്? ഇവന്റെ പേര് ഗൗരീഷ്. ഇവനൊരു പണക്കാരനായ ബിസിനസ്മാനാണ്. ഇവനൊരു സംശയമുണ്ട്, ഇവന്റെ ഭാര്യ ഇവനെ ചതിക്കുന്നുണ്ടോ എന്ന്. ആ സംശയം തീർക്കാൻ അവളെ ഫോളോ ചെയ്യാൻ വേണ്ടിയാണ് പിന്റുവിന് ഇയാൾ പണം കൊടുത്ത് ഏർപ്പാടാക്കിയത്. എനിക്ക് എൻ്റെ ഭാര്യയെ സംശയമുണ്ട്. അതുകൊണ്ട് നീ എല്ലാ ദിവസവും അവളെ ഫോളോ ചെയ്യണം. എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്നെ അറിയിക്കണം. ഈ വേഷത്തിലൊന്നും നീ അങ്ങോട്ട് പോകരുത്. ഞങ്ങളുടെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. നല്ല വേഷം ഇട്ട് വേണം പോകാൻ. പറഞ്ഞത് അങ്ങോട്ട് ചെയ്യ്. കാശ് തരുന്നില്ലേ? ഇന്ന് വൈകിട്ട് വരെ ഞാൻ വീട്ടിലുണ്ടാവും. അതിനുശേഷം വന്നാൽ മതി. താങ്ക് യു സർ. ആർത്തി, ഇവളുടെ മനസ്സിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ദീപം ഇന്ന് രാത്രി ഒരുപക്ഷെ ഇവളുടെ ജീവിതത്തിലേക്ക് ഇരുട്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ സമാധാനപരമായ ഒരു ജീവിതത്തിനുള്ള ഏർപ്പാടുണ്ടാക്കാം. ഇന്ന് രാത്രി ഇവളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഓരോ സംഭവങ്ങൾക്കും ഇവളാണ് സാക്ഷി. ഇവളാണ് കുറ്റവാളി, ഇവളാണ് നിരപരാധി. ഇയാളാണ് അൽത്താഫ്. ഇയാൾ ആവശ്യമില്ലാത്തവരുടെ വാക്ക് കേട്ട് വീട് വിട്ടിറങ്ങി. അൽത്താഫിന് പ്രായമായെങ്കിലും കാർ ഡ്രൈവിംഗിൽ വിദഗ്ധനാണ്. അതാണ് അയാളുടെ പ്രധാന വരുമാന മാർഗം. ആ സോന, ഭക്ഷണം കഴിച്ചോ മോളെ? ഇല്ല ഇല്ല, ഇന്ന് വരാൻ കുറച്ച് ലേറ്റ് ആവും. കുറച്ച് വൈകി മോളെ. ആ ആ അല്ല മോളെ, നീ അമ്മീജാൻ ഗുളിക കൊടുത്തായിരുന്നോ? ഞാൻ കൊടുത്തിരുന്നു. വണ്ടി ഓടിക്കണം, ഭക്ഷണം കഴിക്കണം. ആ എന്നാ ശരി മോളെ, ഞാൻ വെച്ചേക്കാണേ. രാഘവി, നാളെ കാലത്ത് ഇവളെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. ഇവൾക്ക് ആ കല്യാണം ഇഷ്ടമല്ല. കാരണം ഇവൾക്കൊരു പ്രണയമുണ്ട്. ആ പയ്യനെ കാണാൻ വേണ്ടിയാണ് ഇവൾ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. ചേട്ടാ എവിടേക്കാ? ബാംഗ്ലൂർക്കാ. ബാംഗ്ലൂർ എവിടെ? ബാംഗ്ലൂരില് എന്റെ വീട്ടിലേക്ക്. എന്നാ ശരി പോ. മാഡം, എന്റെ കല്യാണം കഴിഞ്ഞോ? അതിനിപ്പോ എന്താ, ചേട്ടന്റെ ഭാര്യ ഞാൻ എന്റെ ചേച്ചിയെ പോലെ കണ്ടോളാം. ചേട്ടാ, ചേട്ടന്റെ ലൈസൻസ് ഒന്ന് കാണിച്ചേ. എന്തിനാ മാഡം? അല്ല, എന്റെ വായില് പല്ലൊക്കെ കൊഴിഞ്ഞുപോയി, വടിയും കുത്തിപ്പിടിച്ച് തൊലിയൊക്കെ ചുളിഞ്ഞ് ആ പ്രായം വരെയൊക്കെ ജീവിക്കണം എന്നാ എന്റെ ആഗ്രഹം. ചേട്ടനെ ഞാൻ ഇപ്പോഴല്ലേ കാണുന്നത്. എന്റെ ജീവനാണ് ഞാനിവിടെ സമർപ്പിക്കുന്നത്. അതുകൊണ്ടാ ലൈസൻസ് ഇങ്ങനെ. എന്നെ വിശ്വസിച്ച ഒരു കുടുംബം തന്നെ ഉണ്ട് മാഡം. ആ കുടുംബം എപ്പോഴും ജീവനോടുണ്ടോ? അല്ല, അപ്പോഴേക്കും ചേട്ടൻ അങ്ങ് സീരിയസ് ആയോ? ഇനിയും എന്റെ ജീവിതത്തിലെ എന്തെല്ലാം കഷ്ടപ്പാടുകളാ പറയാൻ കിടക്കുന്നത്. ചേട്ടന്റെ പേരെന്തായിരുന്നു? മൈ നെയിം ഈസ് വൺ ആൻഡ് ഓൺലി പാണ്ഡു. ഓ, പാണ്ഡു സർ. അല്ല, എന്റെ പേര് ചോദിക്കുന്നില്ലേ? രാഘവി. ഞാൻ എന്ത് ജോലിയാ ചെയ്യുന്നത് ചോദിക്കുന്നില്ലേ? ജനങ്ങളിലേക്ക് ഗുഡ് ന്യൂസ് എത്തിക്കുന്നു. ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാ നിങ്ങൾ അച്ഛനാകാൻ പോകുന്നു. നിങ്ങളുടെ മരുമകൾക്ക് ഒരു മകൻ ജനിച്ചിരിക്കുന്നു. നിങ്ങൾ ഒരിക്കൽ കൂടി അച്ഛനായിരിക്കുന്നു. അപ്പൊ നിങ്ങൾ നേഴ്സാ?
അയ്യോ സോറി വേദനിച്ചോ? ഇല്ല കുഴപ്പമില്ല മാഡം അല്ലേ, കുഴപ്പമില്ല, എനിക്ക് വേദനിച്ചില്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചതാ. ഞാനേ ഒരു ഓ ഡോക്ടറാ. ഡോക്ടറാണോ? ഭുവൻ ഇവന്റെ അച്ഛനും അമ്മയും പറയുന്നത് പോലെ അനുസരിച്ചിരുന്നെങ്കിൽ നാളെ ഇവൻ പെണ്ണ് കാണാൻ പോകേണ്ടി വന്നേനെ. പക്ഷെ ഇവൻ തോളിൽ ശനിദേവനെ ഇരുത്തിക്കൊണ്ട് പോകുന്നത് പോലെ ഒരു ബാഗും തൂക്കിക്കൊണ്ട് കർണാടകയിലേക്ക് പോവുകയാണ്. എങ്ങോട്ടാ സാർ? എങ്ങോട്ടാ സാർ പോകണ്ടേ? ഡോ എങ്ങോട്ടാണോ പോകേണ്ടത്? ഒന്നും മിണ്ടായിരിക്കണം. ഡോ അങ്ങോട്ട് പറയുന്നത് കേട്ടാ മതി. ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നോടുള്ള പ്രണയം കൂടിയിട്ട് ഞങ്ങള് അല്ലാഹുവിൻ്റെ അടുത്തേക്ക് അയക്കേണ്ടി വരും. ഞങ്ങൾ പറയുന്നത് മാത്രം അനുസരിച്ച് താൻ വണ്ടി ഓടിച്ചാൽ മതി. പറഞ്ഞത് മനസ്സിലായോടാ? എടുക്കടോ. ഒന്ന് എടുക്കണം. ഓ മാഡം ആ പിന്നിലെ സീറ്റിൽ ഒരാൾ കിടന്ന് ഉറങ്ങുന്നില്ലേ? അയാളെ എഴുന്നേപ്പിക്കാനോ ശല്യപ്പെടുത്താനോ പാടില്ലേ? പാവം ഭയങ്കര ടയർഡായിട്ട് വന്ന് കയറിയതാന്നേ. സാറേ സാർ സാർ എന്താ സാറേ സാറിന്റെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷൻ? എന്റെ ഫ്രണ്ട് ഒരുത്തനുണ്ട് നിങ്ങളെ പോലെ തന്നെയാ. കാറിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവന്റെ മുഖത്ത് ഒരുമാതിരി. Stop it. മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കറോ.
സോറി സാർ. സാർ മൂന്ന് പറഞ്ഞപ്പോഴുണ്ടല്ലോ ഞാനത് വേറെന്തൊക്കെയോ താൻ വിചാരിച്ചു. വിചാരിച്ചത് കറക്റ്റാ. സോറി. Hey, that's okay, I'm fine. നോ, ഇനി അടുത്ത ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞോണ്ട് വന്നാ ആ ഊല്ലേ അതിന്റെ പിന്നാലെ വേറെ എന്തെങ്കിലും വരും. ഫ്രണ്ട് ആക്സിഡന്റിൽ ചത്തുപോയി സാറേ. സ്പോട്ട്. എനിക്ക് കരച്ചിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ താൻ വിശ്വസിക്കോ? കരച്ചിൽ വരുന്നുണ്ടോ സാറേ? സാർ ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഒരു 10 മിനിറ്റ് ഇരുന്ന് അന്തസ്സായിട്ട് അങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനൊരു സമാധാനം കിട്ടും. പോക്കും ക്ലിയർ ആയിക്കോളും സാറേ. അതെ, ആ പെണ്ണുങ്ങളെ പോലെ അങ്ങ് കരയുന്നേ. വേണമെങ്കിൽ ഞങ്ങള് മാറിയിരിക്കാം. വണ്ടി അങ്ങ് ഒതുക്കി നിർത്തി കൊടുക്ക. ഓക്കെ മാഡം. എക്സ്ക്യൂസ് മീ. ഞാൻ കാനഡയ്ക്ക് പോകാൻ പോവാ. എനിക്ക് അവിടെ ഒരു ജോലി കിട്ടി. എനിക്ക് തോന്നിയതാ സാറേ. എനിക്കത് നേരത്തെ തോന്നിയതാ. ഡാഡിയും മമ്മിയും മിസ് ചെയ്യുന്നുള്ള വിഷമം കൊണ്ടല്ലേ സാർ ഇവിടെ ഇരുന്ന് കരഞ്ഞത്. എനിക്കറിയായിരുന്നു സാറേ. എനിക്ക് അങ്ങനെ ഒന്നല്ല തോന്നുന്നേ. ഇപ്പോഴല്ലേ നിങ്ങൾക്ക് ശരിക്കും ഒരു ആശ്വാസം കിട്ടിയ? തനിക്ക് അങ്ങനെ മനസ്സിലായി? ആശ്വാസത്തിനോട് മണമുണ്ടെന്ന് അറിയില്ലേ സാറേ? ചുമ്മാ അതങ്ങ് ഗസ് ചെയ്തൊന്നുമല്ല. നിന്റെ മോന്ത കണ്ടാൽ അറിയാം നിന്റെ അവസ്ഥ എന്താന്ന്. ആകെ ശോക അവസ്ഥയാ. ഞാൻ ഈ ജോലിക്ക് പോകുന്നതിന് അവരെ വിട്ട് എവിടെയെങ്കിലും പോകാനുള്ള ആഗ്രഹം കൊണ്ടാ. എനിക്ക് തോന്നിയെന്നേ ഇത് സാധാരണ കേട്ട് പരിചയമില്ലാത്തൊരു ശബ്ദമാണല്ലോ. ഇത് ചോദിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. സഹജീവികളായിട്ട് കണ്ടിട്ട് വേണമെങ്കിൽ പറഞ്ഞു. ഒന്ന് ഉറക്കെ പറയണേ സാറേ പ്ലീസ്. ഞാനും കൂടെ കേട്ടോട്ടെ. ഞാനൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റാ. അന്നത്തെ ആ രാത്രി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ശരിക്കും എന്റെ ഭാഗ്യത്തിന് നിങ്ങൾ എന്നെ പിക്ക് ചെയ്യാൻ വന്നേ. അല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ മെജസ്റ്റിക്കിൽ തന്നെ കിടന്നുറങ്ങേണ്ടി വന്നേനെ. എന്തൊരാൾക്കാരാ, ഒരു ഓട്ടോ പോലും കൈ കാണിച്ചാൽ നിർത്തുന്നില്ല. ബാംഗ്ലൂരിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാ ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് വരുന്നേ. ഹൊറിബിൾ. അല്ല, സമയം ഇപ്പൊ രാത്രി 1 മണി ആവാറായി. ഒരു പെണ്ണ് ഒറ്റയ്ക്ക് റോഡിൽ നിന്ന് കൈ കാണിക്കുമ്പോ ഒന്ന് വണ്ടി നിർത്തി തരാൻ തോന്നില്ലേ? ഒരു മനസാക്ഷിയില്ലാത്ത ആൾക്കാരാണല്ലോ ഇവിടെയുള്ളവര്. മാഡം, ഇവിടെ എല്ലാവരും ഓരോ ആപ്പ് യൂസ് ചെയ്യുക. ഓല അല്ലെങ്കിൽ ഊബർ എല്ലാവരും യൂസ് ചെയ്യുന്ന കാലം. എന്ന് വെച്ചാ ആപ്പില്ലാതെ ബാംഗ്ലൂരിലേക്ക് വരുന്നത് മഹാപാപം എന്നാണോ പറയുന്നത്? ശരി വിട്. ഫസ്റ്റ് ടൈമാ ഞാൻ ബാംഗ്ലൂരിലേക്ക് വരുന്നത്. എന്തായാലും നല്ല അനുഭവമായിരുന്നു. പിക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ട് ധോബിഗാഡ് എത്താറാവുമ്പോൾ വിളിക്കണമെന്നായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്. ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്തായാലും കൊള്ളാം. അഡ്രസ്സ് പോലും എനിക്ക് മര്യാദയ്ക്കല്ല തന്നത്. അവിടെ എത്തുമ്പോൾ ഫോൺ ചെയ്താൽ മതി, ഇവിടെ എത്തുമ്പോൾ ഫോൺ ചെയ്താൽ മതി എന്നാ പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ മാത്രം മതി. നിങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ 2 മണിക്കൂർ മുന്നേ ആളെത്തും. ഇതെന്ത് ബാംഗ്ലൂരാണോ എന്തോ. മാഡം, ധോബിഗാഡ് എത്തി നമ്മള്. മാഡത്തിന്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിച്ചു നോക്കി. ആ, വിളിക്കാം. എന്ത് പറ്റി മാഡം? ഫ്രണ്ടിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. സ്വിച്ച് ഓഫോ? ഇനിയിപ്പോൾ എന്താ ചെയ്യാം മാഡം? ഇവിടെ അടുത്തെവിടെയെങ്കിലും നല്ല ലോഡ്ജ് ഉണ്ടെങ്കിൽ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്താൽ മതി. ആ, ഇഷ്ടംപോലെ ലോഡ്ജസ് ഉണ്ട്, പക്ഷെ ഒറ്റ ഒരെണ്ണം നല്ലതില്ല. അയ്യോ പ്ലീസ് അങ്ങനെ പറയല്ലേ. ശരി, മാഡത്തിന് എന്നെ വിശ്വാസമാണെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് പോവാ. നാളെ കാലത്ത് ഞാൻ തന്നെ കൊണ്ടുവിടാം. അതിപ്പോ ഞാൻ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ മാഡം.
ശരി, അങ്ങോട്ടേക്ക് പോ. വാ മേഡം. അകത്തെൻ്റെ ഫ്രണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് വേണം. ഇവനാണോ? എന്താടാ? അയ്യോ അച്ഛനെ, അപ്പൊ നീ ഓരോരുത്തരെ കൊണ്ടുവരാൻ തുടങ്ങിയല്ലേ? ഒന്ന് പോടെ നോക്കുക, അതെൻ്റെ മാഡമാണ്. ആളൊരു പാവ. ബാംഗ്ലൂരിൽ ആദ്യമായിട്ടാ, വേറൊരു സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാ. ഒരു മാസം സമയമെടുത്ത് സെറ്റാക്കിയത് ഇതിന് കൈവിട്ട് കളയാൻ തോന്നുന്നില്ല. ശരി, എന്നാ തൽക്കാലം ഞാനൊരു ഐഡിയ പറയാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ. ഒരു അരമണിക്കൂർ കൊണ്ട് തീരുവാടാ പ്ലീസ്. നീ നാളെ വിളിച്ചിട്ട് വാ. നാളെ അവളുടെ എൻഗേജ്മെന്റ് ആടാ. എന്തൊരു ചെറ്റയാടാ നീ. അവിടെ എന്ത് ചെയ്യാ? ഒന്ന് വേഗം വാ. ദേ വരുന്നു. എന്തുപറ്റി? എനി പ്രോബ്ലം? ഏയ് ഒന്നുമില്ല. അത് അവനവൻ്റെ ഗേൾ ഫ്രണ്ടിനും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഓ, ഐ എം സോ സോറി. ഞാൻ കാരണം ഈ രാത്രിയിൽ നിങ്ങൾക്കും കൂടെ ബുദ്ധിമുട്ടായില്ലേ? ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കോ. അപ്പോൾ മാഡം? ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഇറങ്ങാം. എന്തായാലും ഞാൻ ബാംഗ്ലൂർ മുഴുവൻ ചുറ്റിക്കാണാനിരിക്കുക. അപ്പോൾ ഒന്ന് കണ്ടു കളയാം. വണ്ടിയുടെ കാശ് എത്രയായാലും ഞാൻ തന്നോളാം. ഇനി ഒന്നും നോക്കാനില്ല, ഇപ്പൊ തന്നെ നമ്മൾ ബാംഗ്ലൂർ ചുറ്റിക്കാണാൻ പോവാ. ശരി. രാത്രിയിലെല്ലാം വണ്ടി ഓടിക്കാണോ? അപ്പൊ പകലോ? കോളേജ്. വാവ്, ദാറ്റ്സ് നൈസ്. എന്താ നിങ്ങൾ പഠിക്കുന്നത്? ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ സാമ്പത്തികമുള്ള വീട്ടിലൊന്നുമല്ല. ഇറ്റ്സ് എ പാർട്ട് ടൈം ജോബ്. വാവ്, ദാറ്റ്സ് ഗ്രേറ്റ്. താങ്ക് യു. മാഡം എന്താ ചെയ്യുന്നത്? ഞാൻ ഷിമോഗയില് കമ്പ്യൂട്ടർ സയൻസ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. ക്യാമ്പസ് സെലക്ഷൻ വഴി ജോബും കിട്ടി. അതിനുവേണ്ടി ഇങ്ങോട്ട് വന്നത്. ഓക്കെ ഓക്കെ. ഫ്രണ്ട് വിളിക്കുന്നുണ്ട്. അതിന്ന് തന്നെ ഞാൻ സംസാരിക്കും. ഹലോ. ഹലോ, താനൊക്കെ ഒരു ഫ്രണ്ടാണ്. പാവം, ഈ ബാംഗ്ലൂരിൽ ആദ്യമായിട്ട് വരും. തെറ്റ് എന്റെ ഭാഗത്തല്ല. അവള് വന്നപ്പോ കാറും എടുത്ത് ഞാൻ അവളെ കൊണ്ടുവരാൻ ഇറങ്ങിയതാ. അപ്പൊ ഓട്ടോ പിടിച്ച് വന്നോളാന്ന് പറഞ്ഞു. അയ്യോ, നിനക്ക് പരിചയമുള്ള സ്ഥലമല്ല, ബാംഗ്ലൂരാന്ന് ഞാൻ പറഞ്ഞ അവളോട്. എനിക്കെന്താ പേടിയാണെന്ന് കരുതിയോ? ഞാൻ ഒറ്റയ്ക്ക് വന്നോളാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു പോയി. കാലത്ത് 5 മണിക്ക് വീണ്ടും ഞാൻ വിളിച്ചു. രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇവളുടെ ഒരു കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഞാൻ. ഓ, അതായത് നുണ പറഞ്ഞ് മാഡം രാത്രി മുഴുവൻ കറങ്ങി നടക്കാല്ലേ? ദേവി, ഇത് വേറൊന്നും തോന്നരുത് കേട്ടോ. എനിക്ക് ചില സമയത്ത് ഇങ്ങനെയുള്ള വട്ടുകളൊക്കെ വരാറുണ്ട്. അതാ ഇങ്ങനെയൊക്കെ. എനിവേ, താങ്ക് യു. ബൈ. എനിക്ക് അവരുടെ ശബ്ദം, അവരുടെ മുഖത്തെ പുഞ്ചിരി,
എന്തോ ഒരുപാട് ഇഷ്ടമായി എനിക്ക്. അന്നവർ കാറിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലും എൻ്റെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല. എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെ നിൽക്കുക. പക്ഷെ അതിൻ്റെ കാര്യം എന്താണെന്നോ കാരണം എന്താണെന്നൊക്കെ ദൈവത്തിന് മാത്രമേ അറിയൂ. പക്ഷെ അവർ വീണ്ടും വീണ്ടും കാണാൻ തുടങ്ങിയപ്പോൾ അത് യാദൃശ്ചികം മാത്രമാണെന്ന് മനസ്സിലാവാൻ തുടങ്ങി. ഹലോ, ഹായ്, ഇതെന്താ ഇവിടെ? ഡ്യൂട്ടി. ഓ ഓക്കെ. വാ കേറ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഞാനിപ്പോഴാണ് ഡ്യൂട്ടി തുടങ്ങിയ. ആദ്യത്തെ കസ്റ്റമർ നിങ്ങളാ. ഓ അതെയോ? അപ്പൊ ഇന്ന് നിങ്ങൾക്ക് നല്ല ഓട്ടം കിട്ടുമായിരിക്കും. എനിക്ക് ഭയങ്കര ഐശ്വര്യം എന്റെ നാട്ടിലെല്ലാരും പറയാറ്. നമുക്ക് നോക്കാം. അല്ല, താനെന്താ ഇവിടെ? ആ, ജോലി കിട്ടിയെന്ന് പറഞ്ഞിരുന്നില്ലേ ഞാൻ? ഇവിടെ അടുത്ത് എന്റെ ഓഫീസ് ഉള്ളത്. ഓക്കെ. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇപ്പൊ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതാ. നൈസ് നൈസ്. അല്ല, നിങ്ങൾ ഏത് സെമ്മാന്നാ പറഞ്ഞേ? ലാസ്റ്റ് സെം. ഓ ഓക്കെ. ഡെയിലി എന്നെ പിക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ വഴി വരുമായിരുന്നെങ്കിൽ ഐ ബി സോ ഹാപ്പി. ഇവിടെ നിർത്തിയാ മതി. ആ ആ ഓക്കെ. ദാ ഇവിടെ. ദാ. താങ്ക് യു. അയ്യോ, ബുക്ക് മറന്നു വെച്ചല്ലോ. ഹലോ മാഡം, ദേ ഈ ബുക്ക്. അവളെക്കുറിച്ചുള്ള ചിന്തകൾ പിന്നീട് എൻ്റെ ഉറക്കം തന്നെ നഷ്ടപ്പെടുത്തി. അവളെ കാണാനുള്ള ആഗ്രഹം ഓരോ ദിവസം കൂടി വന്നു. പക്ഷെ നേരെ വിളിക്കാൻ പറ്റില്ല. ബുക്കിൻ്റെ പേര് പറഞ്ഞ് കാണണം. അതിനുവേണ്ടി പുതിയൊരു പ്ലാനും ഉണ്ടാക്കി. ആ ബുക്കിൽ കണ്ട നമ്പറിലേക്ക് ഞാൻ പിന്നീട് മെസ്സേജ് അയക്കാൻ തുടങ്ങി.
കാത്തിരുന്ന അവസാനം ആ ദിവസം വന്നെത്തി. മെസ്സേജ് അയച്ചത് ഞാനാണെന്നുള്ള സർപ്രൈസും പൊട്ടിച്ച് ഹായ്. മനസ്സിലുള്ളതെല്ലാം തുറന്ന് ഞാനൊന്ന് പറഞ്ഞു. തന്നെ കുറിച്ച് ഓർത്തായിരുന്നു. എന്നോട് എന്തോ പറയാനുള്ളത് പോലെ തോന്നല്ലോ. എന്നെ കാണാനായിട്ട് വന്നതാണോ? സർപ്രൈസ്. ശരി, കാര്യം എന്താന്നുള്ളത് പോകുന്ന വഴി പറഞ്ഞാൽ മതി. ബുക്ക് കാറിൽ മറന്നു വെച്ചിട്ട് പോയത് അവർക്ക് ഓർമ്മയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണുകുത്തികളിൽ അവർക്ക് യാതൊരു സംശയം തോന്നിയില്ല. എൻ്റെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരിക്കുക. എന്റെ ഇതൊക്കെ എനിക്ക് ആദ്യമായിട്ടാ. എനിക്കും അതെ. ഈ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് വേണം. അതിനുള്ള സ്പേസും ടൈമും കിട്ടണം. ആ അതെ. പിന്നെ കല്യാണമൊക്കെ എപ്പോഴാ? കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ശരിക്കും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ലെന്ന്. അരവിന്ദന്റെ മനസ്സ് ഇതുപോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അരവിന്ദോ? നോ, ഭുവൻ. നിന്റെ പേര് ഭുവൻ, അവന്റെ പേര് അരവിന്ദ്. അവൻ ആരാ? യു ഹാവ് എ ബോയ് ഫ്രണ്ട്? ഡു യു ഹാവ് എനി പ്രോബ്ലം? അപ്പോ എന്നെ പ്രേമിച്ചത്, എന്നും ചാറ്റ് ചെയ്തത്, പിന്നെ ഈ ബുക്ക് എനിക്ക് തന്നത്. ഹലോ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബുക്ക് എന്റേതല്ല, നിന്റെ കാറിൽ തന്നെ ഉണ്ടായിരുന്നതാ. നോക്കിയിട്ട് ഞാൻ അത് തിരിച്ച് അവിടെ തന്നെ വെച്ചു, അത്രേ ഉള്ളൂ. ഇതെന്റെ നമ്പറൊന്നും അല്ല. അപ്പൊ ഇത്രയും ദിവസം ഞാൻ ചാറ്റ് ചെയ്തതോ? എന്നോടല്ല. സോറി, സത്യത്തിൽ ഇപ്പോ എന്റെ മനസ്സിൽ വേറൊരാളുണ്ട്. അയാളോടത് തുറന്നു പറയാനായിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. നിനക്ക് മെസ്സേജ് അയച്ചത് ആരാന്നൊന്ന് അന്വേഷിക്കേ. ചിലപ്പോ പറയാൻ പറ്റില്ല, അവൾ എന്നെക്കാളും സുന്ദരിയാണെങ്കിലോ. ഓൾ ദി ബെസ്റ്റ്. ബൈ. ആ പെൺകുട്ടി സുന്ദരിയല്ലെങ്കിൽ അത് നിന്റെ വിധിയാന്ന് വിചാരിക്കണം. അവൻ നിന്റെ ഇട്ടിട്ട് പോയാ? അതെന്റെ വിധിയാന്ന് വിചാരിച്ചോളാം, അല്ലാതെ വേറെ എന്ത് ചെയ്യാനാ. യെസ്, അങ്ങനെയാണെങ്കിൽ ഒരാഴ്ച ഞാൻ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവിടെ മീറ്റ് ചെയ്യാം. ഒരാഴ്ചയല്ല, 2 ആഴ്ച, 3 ആഴ്ച, 4 ആഴ്ച ഞാൻ വെയിറ്റ് ചെയ്തു. വൈഷ്ണവയെ കാണാൻ പറ്റിയില്ല. അപ്പോ ആരാ മെസ്സേജ് അയച്ചെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ഐഡിയ തോന്നിയില്ല. പിന്നെ ആ മെസ്സേജ് എനിക്ക് വന്നിട്ടില്ല. ഓട്ടെ സാറ്, സാരില്ലെന്നേ. ഇന്നത്തെ കാലത്ത് സർക്കാർ ജോലി കിട്ടുന്നതും ശരിക്കുള്ള പ്രേമം കിട്ടുന്നതും ഭയങ്കര പാടാന്നേ. സാർ, സാറിന്റെ ഭാര്യ ഏതൊരുത്തിന്റെ കൂടെ കാറി കയറി പോകുന്നുണ്ടായിരുന്നു. ഫോളോ ഹെർ. സാറേ, സാറ് തന്ന പൈസക്ക് ഫ്ലവറും മാലയും ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അവളുടെ കാറിന്റെ പിന്നാലെ പോവാനാ പറഞ്ഞ്. സ്റ്റുപ്പിഡ്. ശരി, പോവാം സാർ. ആദ്യം പോയി ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം, എന്നാലേ ഇന്റർനാഷണൽ റൗഡി ആവാൻ പറ്റത്തുള്ളൂ. ഓഹോ, ഒറ്റയടിക്ക് സ്റ്റാർട്ടായല്ലോ. എനിക്കൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഡോണ്ട് വറി, രാവിലെ തന്നെ തിരിച്ചു വരാം.
നീ എന്താടി കളിക്കാണോ? എന്താ അമ്മേ? നോക്ക്, ഒരു കാര്യം ഞാൻ പറയാം, പെട്ടെന്ന് തിരിച്ചിങ് വന്നേക്ക്. അമ്മ ആഗ്രഹിച്ച പോലെ ഒരു മകൻ, പെണ്ണ് ആഗ്രഹിച്ച പോലെ നല്ലൊരു ഭർത്താവ്, അങ്ങനെ ഒരാളെ വേണം കണ്ടുപിടിക്കാൻ. നാളെ രാവിലെ നിന്നെ പെണ്ണ് കാണാൻ ആള് വരുന്നുണ്ട്. ഇപ്പൊ നീ പോയിരിക്കുന്നവൻ നിന്നെ നോക്കുന്ന എന്താടി ഗ്യാരണ്ടി ഉള്ളത്? അല്ലമ്മേ, അമ്മ ഈ അച്ഛനെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഗ്യാരണ്ടി കാർഡ് കിട്ടിയായിരുന്നോ? അതുമല്ല, അമ്മയുടെ അമ്മാവന്റെ മോനുമായിട്ട് ഇഷ്ടത്തിലായ സമയത്തല്ലേ അച്ഛനെ കല്യാണം കഴിച്ചത്? അതൊക്കെ എനിക്കറിയാം. ടോപ്പിക്ക് മാറ്റാനൊന്നും നോക്കണ്ട. വീട്ടിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ അത് മാത്രം പറ. ഇല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് ആ, പോയി വരും മകളെ, പോലീസുകാരൻ നിനക്ക് വേണ്ടി നല്ലത് ചെയ്യും. ഞാൻ വീട് വിട്ട് ഇറങ്ങി പോന്നതാ. അപ്പൊ ലഗേജ് ഉണ്ടോ? എന്തിനാ ഇറങ്ങി പോന്നെന്ന് ചോദിക്കില്ലേ? ഐ എം ഇൻ ലവ്. നാളെ ഒരിക്കൽ കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞിന്റെ അടുത്ത് ലവ് സ്റ്റോറി ഒക്കെ പറയേണ്ടതല്ലേ? ഓഹോ, അപ്പൊ തന്റെ ലൈഫിൽ ഒരു രാജകുമാരനുണ്ടല്ലേ? രാജകുമാരനൊന്നുമല്ല, അതൊരു ജോക്കറാടാ. നിന്റെ കാമുകി നിന്നെ വിട്ടിട്ട് പോയോണ്ട് നീ കാനഡയ്ക്ക് പോവല്ലേ? അതുപോലെ അവൻ എന്നെ ഉപേക്ഷിച്ച് അമേരിക്കയ്ക്ക് പോവാടാ. എന്ന് വെച്ച് അവൻ എന്നെക്കാളും പ്രധാനം അവന്റെ കരിയറാ. അതിനുവേണ്ടി 2 വർഷം പിരിഞ്ഞിരിക്കണമെന്ന്. അതൊക്കെ എങ്ങനെ പറ്റും നിങ്ങൾ പറ? അല്ല, ഈ നാട്ടിൽ എന്താ വേറെ ജോലിയൊന്നും കിട്ടില്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാ പോകുന്നത്? അത് എന്റെ ഉദ്ദേശം തന്നെ വേറെ. അതെ, ഈ നാട്ടിൽ ജോലി കിട്ടുന്ന പോലെ തന്നെ എന്റെ ലവറിനോ ബുദ്ധിയില്ല, അതുകൊണ്ട് പോയി. പക്ഷെ നിങ്ങൾ അങ്ങനെയാണോ? അല്ല, നിങ്ങളുടെ പേരെന്താ? നിങ്ങളുടെ അല്ല, ഇട്ടേച്ചു പോയ പെണ്ണിന്റെ. വൈഷ്ണവി. ആ, ഒരു പെണ്ണിങ് വന്ന് കാറ് കയറിയിരുന്ന് ഒന്ന് ചിരിച്ചു കാണിച്ചാ മതിയല്ലോ, ഉടനെ അങ്ങ് ലവാന്ന് വിചാരിക്കല്ലേ? അല്ല, നിങ്ങൾ എത്ര നാളാ പെണ്ണിനെ തന്നെ വിചാരിച്ചോണ്ടിരിക്കും? ജീവൻ രക്ഷിക്കുന്ന മരുന്നുകൾക്ക് പോലും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. അതെ അതെ, അളവിൽ കൂടുതലായ അമൃത വിഷമൊന്നല്ലേ? അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ നടക്കുകയാണെങ്കിൽ ഈ അമ്പലമൊക്കെ എന്നേ അടച്ചുപൂട്ടി പോയേനെ. ഇങ്ങനൊരവസ്ഥയിൽ നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നിട്ട് എന്താ കാര്യമുള്ള? സമയം ശരിയല്ല, അത് തന്നെ. സമയം ശരിയല്ലെന്ന് കരുതി ക്ലോക്ക് മാറ്റിയിട്ട് കാര്യമുണ്ടോ? എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗകര്യത്തിന് അതിനകത്ത് സൂചി എടുത്ത് തിരിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ആക്ച്വലി അവള് നിങ്ങളെ പ്രണയിച്ചിട്ടൊന്നുമില്ല. തെറ്റ് നിങ്ങളുടെ ഭാഗത്ത്. അതിന് അവളെ എന്തിനാ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്? തെറ്റ് നിങ്ങളുടെ ഭാഗത്താ സാർ. തെറ്റ് ചെയ്തത് നിങ്ങൾ തന്നെ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഈ ഒരു മൂടൊക്കെ മാറ്റി ഒന്ന് ചിരിച്ചേ. അല്ല, നിങ്ങൾ നിങ്ങളുടെ പേര് പറയുന്നോ അതോ ചേട്ടാന്ന് വിളിച്ചാ മതിയോ? മാഡം, അദ്ദേഹത്തെ നിങ്ങൾ എന്ത് വേണം വിളിച്ചോ, പക്ഷെ എന്നെ മാത്രം. പാണ്ടു ചേട്ടാ, ഒന്ന് നേരെ നോക്കി വണ്ടി ഓടിക്ക്. ചേട്ടാന്ന് വിളിക്കണമെന്ന് പറയായിരുന്നേ. ചേട്ടാ. രാഘവി. എന്നാ പിന്നെ ഒരു സെൽഫി എടുത്താലോ? നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിട്ട്. ഒന്ന് വേഗം എടുത്ത് വെക്കടാ. സൂക്ഷിച്ചു വെക്ക്. എല്ലായിടത്തും വെച്ചോളൂ, മിസ്സാക്കരുത്. ഇർഫാൻ, അയാൾക്ക് ആ ഫോൺ കൊടുത്ത്. ഇതെവിടെ? താൻ തന്റെ ഭാര്യയ്ക്ക് കോൾ ചെയ്യും. താൻ രാത്രി ഇത്രയും സമയമായിട്ട് വീട്ടിലെത്തിയിട്ടില്ല എന്നും പറഞ്ഞ് പേടിച്ച് പോലീസ് സ്റ്റേഷനിലെങ്ങാനും പോയി കഴിഞ്ഞാലേ പിന്നെ ഞങ്ങൾക്ക് പണിയോ? ഇതാ നോക്കിയേ, ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്ത സ്ഥിതിക്ക് തന്റെ ഭാര്യയോട് എങ്ങനെ സംസാരിക്കണമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നോക്കി കണ്ട് സംസാരിക്കണം. ശരി, വിളിക്ക്. ഹലോ, എവിടെയാ? സുഹാന. രാത്രി ഇങ്ങനെ ജോലി ചെയ്യണ്ടെന്ന് എത്ര പ്രാവശ്യം ഞാൻ ഞാന് പറഞ്ഞതാ. ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഓട്ടം പോവാ. നാളെ തിരിച്ചു വരും. ആ, ശരി. നീ വാതിലടച്ച് കിടന്നു കേട്ടോ. ആ, ശരി. പെട്ടെന്ന് വരണേ. ആ ചെല്ല് ചെന്ന് വണ്ടി കയറി.
ഹലോ, ആ മച്ചാനെ, നീ ഇപ്പൊ എവിടെയാടാ? എന്തിനാ? നീ എന്താ കുടിച്ചോണ്ടിരിക്കുക? ഞാൻ എനിക്ക് തോന്നിയിടത്തേക്ക് പോവാ. ഓ, അതൊക്കെ എനിക്ക് മനസ്സിലായി. നീ എവിടേക്ക് പോയാലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ നിന്റെ കൂടെ ആ പെങ്കൊച്ചിനെ കൂടെ കൂട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. പെൺകുട്ടിയോ? ആന്നേ, ഞാൻ നിന്റെ ഫേസ്ബുക്കിലേക്ക് ഒരു ഫോട്ടോ ടാഗ് ചെയ്ത് വിട്ടേക്കാം, കണ്ടു നോക്ക്. അയ്യോ, തൊട്ടടുത്ത് കുത്തിരുന്നിട്ട് എനിക്കിട്ട് തന്നെ പണിയല്ലേ. എങ്ങനെയുണ്ട്? തനിക്ക് ദേഷ്യം വരുന്നില്ലേ? അതെ, വിത്തൗട്ട് മൈ പെർമിഷൻ എന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടു. അത് നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്നും പറഞ്ഞു. നാട്ടുകാരെ മൊത്തം അത് അറിയുകയും ചെയ്തു. പക്ഷെ നിനക്ക് ഉമ്മ തന്നു ആരും കണ്ടില്ലല്ലോ. ഹലോ, നീ എന്നെ ഉമ്മ വെച്ചതിൽ എനിക്ക് അങ്ങനെ ദേഷ്യമൊന്നുമില്ല. അത് കിട്ടുമെന്നൊരു സൂചന കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പല്ല് തേച്ചിട്ടിരുന്നേ. ആ, ഞാനൊന്ന് പല്ല് തേക്കാൻ അങ്ങ് മറന്നുപോയെന്നേ. അയ്യേ, ഇതുപോലെ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷനിൽ പറയാൻ പറ്റിയ ഒരു കാര്യമാണോ മാഡം ഇതൊക്കെ? എനിക്ക് എന്റെ വീട്ടുകാരുടെ മുമ്പിൽ ഞാൻ പ്രായപൂർത്തിയാന്ന് തെളിയിക്കണ്ടേ? അല്ലാതെ നിങ്ങളെ പോലെ താടിയും മീശൊന്നും വരത്തില്ലല്ലോ. വരില്ലല്ലോ. അതെ, നിങ്ങൾ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എത്ര കുട്ടികളാ? മാഡം, കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു കുട്ടിയല്ലേ എനിക്ക്. ഒരു കൊച്ചിന്റെ അപ്പനല്ലേ നിങ്ങൾ? നാണമില്ലേ നിങ്ങൾക്ക്? അതെ, നിനക്ക് പ്രായപൂർത്തിയായും തെളിയിക്കണമെങ്കിൽ നിന്റെ ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തി ഒരു ഫംഗ്ഷൻ വെച്ച് നല്ല ഭക്ഷണവും കൊടുത്ത് പറഞ്ഞേക്കണം. അല്ലാതെ എന്റെ ഫോട്ടോ ഇടുന്നെന്തിനാ? എനിക്ക് വരുന്ന ദേഷ്യത്തിനുണ്ടല്ലോ. എന്ത് ചെയ്യും നിങ്ങള്? എടുത്ത് പുറത്തേക്ക് എറിയുന്നേ. ആഹാ, അല്ല, ഒരാവേശത്തിൽ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. ആ, ഹലോ, ഞാൻ തന്റെ ലവറൊന്നും അല്ല. നിന്റെ വീട്ടിലുള്ളവരൊക്കെ ഈ ഫോട്ടോയും കണ്ടിട്ട് എന്റെ മോളെ ഇവനാണ് തട്ടിക്കൊണ്ടുപോയെന്നേ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്താലോ? ഓർഡർ ചെയ്തുമില്ല, കഴിച്ചില്ല, പക്ഷെ ബില്ല് കൊടുക്കേണ്ട ഗതികേട് വന്ന കണ്ടോ? ആസ് എ ഡോക്ടർ ഞാൻ പറയാം, നിങ്ങൾക്ക് ദേഷ്യം വരികയാണെങ്കിൽ ദേ ഇവിടെ 2 ഉമ്മ തന്നോ. അതല്ലാതെ വെറുതെ ടെൻഷൻ അടിച്ച് BP കൂട്ടി വല്ല രോഗവും വരുത്തി വെച്ചിട്ട് എന്താ കാര്യം? BP അടിച്ചു കയറി തലയ്ക്കാകെ പ്രാന്തായി. ഡോക്ടർ തലയെടുത്ത് കളയാൻ പറയൂ. അങ്ങനെയല്ലേ മാഡം? ഓ, ഫോൺ എടുക്ക് സാറേ. നെഞ്ചില് കൈവച്ച് ഞാൻ പറയാം, ഈ പ്രേമത്തിന് പ്രത്യേകിച്ച് സമയം കാലം ഒന്നുമില്ല. ഹലോ. അല്ല മോനെ, എന്റെ പിറകെ നീ വരാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ നിന്നോട് വെറുതെ പറഞ്ഞത് നിനക്ക് എന്നെക്കാളും നല്ല പെണ്ണിനെ കിട്ടുമെന്ന്. അപ്പോഴേക്ക് നീ അല്ല, താനെങ്ങനെ അറിഞ്ഞു? ഇത്രയും സുന്ദരി കൊച്ചിനെ എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ലല്ലേ? ഏതോ ഒരു സിദ്ധു നിന്റെ ഫ്രണ്ടാണെന്ന് തോന്നുന്നത് ഫേസ്ബുക്കിൽ എന്നെയും ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോസ്റ്റ്ലി ഞാനും കൂടെ അറിയാൻ വേണ്ടി ചെയ്തതായിരിക്കും അവൻ. പിന്നല്ലാതെ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞവന് വെറുതെയാണോ? ആക്ച്വലി ഞങ്ങളിപ്പോ ബ്രേക്കപ്പ് ആയി. എന്താ? സത്യത്തിൽ ഐ മിസ്ഡ് യു എ ലോട്ട്. പക്ഷെ ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? നീ കമ്മിറ്റ് ആയില്ലേ? നോ, ആക്ച്വലി താൻ കണ്ടതും കേട്ടതൊക്കെ ഫേക്കാ. ഓ, സത്യാണോ? എന്നാ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ വരട്ടെ നിന്നെ കാണാനായിട്ട്. നോ നോ, വേണ്ട. തന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. പക്ഷെ എന്നെ സ്നേഹിച്ചത് മറ്റൊരു പെൺകുട്ടിയാ. കണ്ണ് നിന്നെ തന്നെ നോക്കുമ്പോ ഹൃദയം നോക്കുന്നത് അവളെ. പ്രണയത്തിൽ കണ്ണ് പറയുന്നതല്ല, ഹൃദയം പറയുന്നതാ കേൾക്കണ്ടേ. ഹലോ, ഒരുപാട് സാഹിത്യമൊന്നും പറയണ്ട. ഞാൻ സിംഗിളൊന്നും അല്ല ഇപ്പോ. ഞങ്ങളെ ഹണിമൂണിന് പോയിക്കൊണ്ടിരിക്കുക. ഓൺ ദി വേ. പിന്നെ കള്ളം പറഞ്ഞതിനാ? എനിക്കങ്ങനെ തോന്നി, ഞാനങ്ങനെ പറഞ്ഞു. നീ എന്തായാലും നല്ല പയ്യനാ, അതുകൊണ്ട് നിനക്ക് അതൊന്നും മനസ്സിലാവില്ല. എന്നാലും ആ ഫോട്ടോ കണ്ടപ്പോ സത്യത്തിൽ കുറച്ച് അസൂയൊക്കെ തോന്നി കേട്ടോ. അതൊക്കെ പോട്ടെ, തന്റെ ഹസ്ബൻഡ് എവിടെ? പുള്ളി ഇവിടെ മെഡിക്കൽ ഷോപ്പിൽ പോയേക്കാ. അതേ, ആള് വന്നോണ്ടിരിക്ക. ആ, ശരി ശരി, എന്നാ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ഏയ്, ഹലോ 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 ഹലോ, താങ്ക്സ്. പ്രണയം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നതിന്. ആരായിരുന്നു? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ഞാൻ ചേട്ടാ ചേട്ടാന്ന് വിളിച്ചോണ്ട് നടന്ന ആളാ. ഇപ്പൊ ഒരാൾ വിളിച്ചങ്ങനെ പറഞ്ഞോണ്ട് അഹങ്കാരമായിരിക്കുമല്ലേ? ഹലോ, ആക്ച്വലി അവള് നിന്നെ വിളിക്കുകയില്ലായിരുന്നു. എന്നെ പോലെ ഒരു പെണ്ണിങ്ങനെ അടുത്തിരിക്കുന്നത് കണ്ടപ്പോ അവക്ക് ജലസി തോന്നി വിളിച്ചതാ. അതവിടെ നിക്കട്ടെ, സത്യം പറ, അവള് തിരിച്ചു വരുന്നു പറഞ്ഞപ്പോ നീ എന്താ വേണ്ടെന്ന് പറഞ്ഞ്? എന്താ ലവ്വാ? അയ്യോ, വേണ്ട വേണ്ട വേണ്ട, ഞാൻ നല്ലോണം സീരിയൽ കണ്ട് വളർന്നതാ. ഇനി നീ എന്നെ വഴക്ക് പറഞ്ഞാൽ ഞാൻ ഇവിടെ കിടന്ന് കരയും. ഓക്കെ, ബാംഗ്ലൂർ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. നീ എവിടേക്കെങ്കിലും പോ, എനിക്ക് ജയിലിൽ കയറാൻ താല്പര്യമില്ല. ഇടക്കിടക്ക് പോയിട്ട് വരാൻ. ജയിൽ എന്താ നിങ്ങളുടെ അമ്മായിയുടെ വീടാ? അളിയന്റെ വീടാ. ദേ വന്നല്ലോ. ആര്? നിങ്ങളുടെ അളിയൻ വന്ന്. ഐ ആം മെച്യൂർഡ്.
ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ. അയ്യോ അല്ല, എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാന്ന് താൻ വിചാരിച്ചു. വേണമെങ്കിൽ ഇങ്ങനെ രണ്ടാമത്തെ ഭർത്താവ് മൂന്നാമത്തെ ഭർത്താവ് എന്ന് പറയും. എന്നെ വെറുതെ എന്നെ കൂടെ രക്ഷിക്ക്. ചിറ്റപ്പനാന്ന് വല്ലതും പറഞ്ഞാൽ മതി, ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തോളാം പ്ലീസ്. എന്റെ പേര് ദേ ഇവിടെയുണ്ട്, വായിച്ചു പഠിച്ചു. യെസ് കാജ, നല്ല അടിപൊളി പേര്. എന്റെ ഫ്രണ്ട്. ശനിയാഴ്ചകളിൽ ഞാൻ കൈക്കൂലി കട്ടൻ ചായ രണ്ടും വാങ്ങാറില്ല. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ എനിക്കൊരു ലിഫ്റ്റ് തരാൻ പറ്റുമോ? ജയ് ആഞ്ജനേയ. റോട്ടിൽ വീണതാണോ അതോ എന്റെ കാലിൽ വീണതാണോ? സാർ വാലുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ. എക്സാക്ട്ലി, കൊരങ്ങനെ പോലെ തന്നെ ഉണ്ടാവൂല്ലേ? അല്ല സാർ, സാക്ഷാൽ ആഞ്ജനേയനെ പോലെ ഉണ്ടാവുമെന്ന് പറഞ്ഞതാ ഞാൻ. സാർ, എനിക്ക് ദൈവങ്ങൾ കാണുന്നതിനേക്കാളും കാക്കി കാണുമ്പോൾ ഭയങ്കര ബഹുമാനം സാർ. അതെ സാറേ, ദൈവങ്ങളെക്കാളും കൂടുതൽ ദക്ഷിണ വാങ്ങിക്കുന്നത് നിങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കും. സാറ് ഡ്രോപ്പ് ചെയ്താ പോരെ, വീട്ടിലല്ല ഞാൻ ലോഡ്ജ് കൊണ്ടുവിടും. സാർ വേഗം കയറി ഇരിക്കുന്നേ. അല്ല, ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞു പോയത്. വന്ന് കയറ്. നിങ്ങൾ ഈ ചെയ്യുന്നത് തീരെ ശരിയല്ല കേട്ടോ. ശരിയും തെറ്റുമൊക്കെ ഏതാന്ന് നമ്മളെ പടച്ചവനായ അള്ളാഹു തീരുമാനിക്കും. നിങ്ങൾ ചെയ്യുന്ന അധർമ്മത്തിന് ധർമ്മത്തിന്റെ പേര് പറയുന്നു. തന്റെ ന്യായം പറച്ചില് കൂടിയ ആയുസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇല്ല, നിങ്ങൾ ചെയ്ത പാപത്തിന്റെ പങ്ക് ഞാനെന്തിനാ അനുഭവിക്കുന്നത്? നിങ്ങൾ കാരണമാണ് ജനങ്ങൾ മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിക്കുന്നത്. ഞങ്ങൾ ഇത് തന്നെ ചെയ്യും. താൻ എന്ത് ചെയ്യുന്ന? നിങ്ങളെ പോലീസിൽ പിടിച്ചു കൊടുക്കും ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ല്. നിങ്ങളുടെ കൊലവെറി എന്റെ ദേഹത്ത് തീർത്തേക്ക്. താൻ ഒരുപാട് സംസാരിക്കാൻ നിൽക്കണ്ട. നീ ഒന്ന് അലിയനെ വിളിക്കാൻ നോക്കി ഇർഫാൻ. ഹലോ അലി. സംസാരിക്കേ. ഹലോ 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 അൽത്താഫ്. സുഹാന, ആരാ ഇവരൊക്കെ? നിങ്ങൾക്ക് എന്തോ ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞു എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഏതോ ഒരു സ്ഥലത്ത് തന്നെ പൂട്ടിയിട്ടിരിക്കുക ഇവര്. സുഹാന, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇങ്ങോട്ട് താട്. താൻ ഞങ്ങൾ പറയുന്നതനുസരിച്ച് പോകുന്നത് വരെ തന്റെ ഭാര്യ അവിടെ സേഫ് ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ഞങ്ങൾ കൊല്ലാൻ പോകുന്നത് തന്നെയായിരിക്കില്ല, അവിടെയുള്ള തന്റെ ഭാര്യയായിരിക്കും. വണ്ടിയെടുക്ക്. എന്താ മോളെ ഹെൽമെറ്റ് വെച്ചോണ്ടിരിക്കുന്നേ? അത് പിന്നെ സർ, ബൈക്ക് ഇടിച്ചാലും കാർ ഇടിച്ചാലും ആദ്യം തലക്കല്ലേ പരിക്കേൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്, അല്ലേ സാറേ? നാടെവിടെയാണാവോ? അഴലേശ്വര സർ. അവിടെ ആരുടെ വീടാ? കോളിവാട രാമചന്ദ്രൻ. ഫോറസ്റ്റ് ഓഫീസർ രാമചന്ദ്രനാണോ? ആ, ഏയ്, അവൻ എന്റെ ഫ്രണ്ട് അല്ലേ? 20 വർഷത്തെ സൗഹൃദം ഞങ്ങൾ തമ്മിൽ. അവന്റെ നമ്പർ തന്നെ മോളെ. അത് അയ്യോ, പിന്നെ കൊടുക്ക് മാഡം. കൈക്കൂലി ഒന്നും ചോദിച്ചില്ലല്ലോ, ഒരു നമ്പർ അല്ലേ കൊടുക്കുന്നേ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി. നോട്ട് ചെയ്തോളൂ സർ. 996656 99665 6763. താങ്ക് യു. മോളുടെ അച്ഛനെ ഞാൻ വിളിച്ച് സംസാരിച്ചോളാം. സാറേ, ഞാൻ എന്റെ വാട്സാപ്പ് നമ്പർ തരട്ടെ. ഏയ്. അല്ല, രാത്രി വല്ല മെസ്സേജ് അയച്ചു. മോളുടെ അച്ഛനതേ ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാൻ പോവാ. ഒരു സർപ്രൈസ് കൊടുത്ത് ഞെട്ടിക്കാം നമുക്ക്. അപ്പൊ ബാഡ് നൈറ്റ്. സോറി സാർ. ബൈ ബൈ. ബൈ സാറേ. ഞാൻ എന്താ ചെയ്യേണ്ടത്? തനിക്ക് ചെയ്യാനുള്ളത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് ഈ വണ്ടിയിലുള്ള വെപ്പൺസ് ഒക്കെ ഞങ്ങളുടെ ആൾക്കാരുടെ അടുത്ത് സേഫ് ആയിട്ട് എത്തിക്കണം. ഇനി പോകുന്ന വഴിക്ക് പോലീസുകാരെങ്ങാനും പിടിച്ചാൽ
ഇതിലുള്ള വെപ്പൺസ് ഒക്കെ തൻ്റെതാണെന്ന് പറയണം. ഞങ്ങളോ തൻ്റെ വണ്ടിയിലെ സാധാരണ പാസഞ്ചേഴ്സ്. മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നതനുസരിച്ച് താൻ മുന്നോട്ട് പോയാൽ തൻ്റെ ഭാര്യ ജീവനോടെ വീട്ടിലേക്ക് തിരിച്ചെത്തും. അൽത്താഫ്, നമ്മളിപ്പോൾ എവിടെയാ പോകുന്നതെന്ന് എനിക്കറിയൂ. തൻ്റെ ഭാര്യയുള്ള സ്ഥലത്തേക്ക് തന്നെയാടോ. ഐ മീൻ ഈ വെപ്പൺസും കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ആൾക്കാരുടെ അടുത്തേക്ക് പോകുന്നു. ഇത്തവണ ബാംഗ്ലൂർ നഗരത്തിലെ ദീപാവലി ഞങ്ങൾ ആഘോഷിക്കാൻ പോകുന്നു. അതും ദേ ഇതുപോലുള്ള തോക്കുകൾ വെച്ച്. അൽത്താഫ്, അൽത്താഫ്, തൻ്റെ ഭാര്യ ഞങ്ങളുടെ കസ്റ്റഡിയിലെത്തിയത് എങ്ങനെയാണെന്നാണോ താനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കണേ? താൻ നേരത്തെ തൻ്റെ ഭാര്യയെ വിളിച്ചില്ലേ? ആ നമ്പർ അപ്പം തന്നെ നമ്മുടെ ഇർഫാൻ ഞങ്ങളുടെ പിള്ളേർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. അവര് തൻ്റെ ഭാര്യയെ ഫോൺ വിളിച്ച് തനിക്ക് വലിയൊരു ആക്സിഡന്റ് പറ്റിയെന്ന് കള്ളം പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ച് ഈസിയായി വിളിച്ചു വരുത്തി. നാടെവിടെയാണാവോ? അഴലേശ്വര സർ. അവിടെ ആരുടെ വീടാ? കോളിവാട രാമചന്ദ്രൻ പിള്ള. ഫോറസ്റ്റ് ഓഫീസർ രാമേന്ദ്രന്റെ രാഘവി. ഗജലക്ഷ്മി? യാ. തന്റെ ജാതകം തന്നെ എന്റെ കയ്യിലുണ്ട്. രാമചന്ദ്രന്റെ മകൾ ഗജലക്ഷ്മി, MBBS, വർക്കിംഗ് ഇൻ ബാംഗ്ലൂർ. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണല്ലോ. തന്റെ അമ്മ പറഞ്ഞ ചെറുക്കൻ ഞാൻ തന്നെയാ. വാട്ട്? അപ്പൊ ദൈവം ഉണ്ട്. ഞാൻ എന്തായാലും കറക്റ്റ് ഡിസിഷൻ എടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാ ആ കൊച്ചു നിങ്ങളെ റിജക്ട് ചെയ്ത് കളഞ്ഞെന്ന്. നിങ്ങളുടെ മാർക്കറ്റ് നിങ്ങൾ തന്നെ ഇടിച്ചു കളഞ്ഞിട്ട് നിൽക്കുമല്ലേ? അപ്പോ ബയോഡാറ്റയുടെ കൂടെ അയച്ച ആ ഫോട്ടോ ആരുടെ? അതെന്റെ അമ്മയുടെ. ചെറുപ്പത്തിലെ എന്നെ പോലെ ഒന്നുമല്ല. ഏത് ചെറുക്കം കണ്ടാലും അപ്പൊ തന്നെ റിജക്ട് ചെയ്യുന്ന ഫേസ് ആയിരുന്നു എന്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അതിന് വേറെ തന്റെ ഫോട്ടോ തന്നെ അയച്ചാ പോരായിരുന്നു? അതവിടെ നിക്കട്ടെ, നിന്റെ ബയോഡേറ്റയിൽ വേറെ ഫോട്ടോ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതെന്റെ അച്ഛന്റെ ഫോട്ടോയാ. നിന്റെ അമ്മയുടെ പോലെ തന്നെയാ. ആര് കണ്ടാലും റിജക്ട് ചെയ്യും. അലിബായ്, ഭായിയുടെ ഉമ്മയ്ക്കിപ്പോ ഒട്ടും വയ്യാതെ. भाई, मेरे को पैसा होना. ഈ സമയത്ത് വാപ്പ ഉമ്മ പെങ്ങളെന്നുള്ള ബന്ധമൊന്നും നോക്കാൻ നിൽക്കരുത്. കാരണം നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ജോലിയാ. സ്വർഗത്തിൽ പോണ്ടേ? നിന്റെ ഉമ്മാനെ ആ അള്ളാഹു തന്നെ രക്ഷിച്ചോളും. ഞാൻ ആർക്കു വേണ്ടിയാ ഈ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എനിക്ക് എൻ്റെ ഉമ്മയാണ് പ്രധാനം. എടാ, ഞാനിപ്പോ ഇവിടുന്ന് പോവാ. വരുന്നവരെ ഇവളെങ്ങും പോവാതെ നോക്കണം. വണ്ടി നിർത്തരുത്. നേരെ വിട്ടോ. കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കണം. അതാണ് എൻ്റെ ജോലി. സാറേ, എനിക്കൊരു ലിഫ്റ്റ് തരാൻ പറ്റുമോ സാർ? എൻ്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയി. കയറിക്കോളൂ. താങ്ക് യു സാർ.
സാറേ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഞാനിവിടെ അടുത്ത് വല്ല മെക്കാനിക്കിന് കിട്ടുമോ നോക്കട്ടെ. ഞാൻ 1 മണിക്കൂറായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഒറ്റ വണ്ടി പോലും നിർത്തുന്നില്ലെന്നേ. കറക്റ്റ് സമയത്താണ് നിങ്ങൾ വന്നേ. മനുഷ്യന് സമാധാനമായി. അതുപോട്ടെ, നിങ്ങളിത് എവിടേക്ക് പോകുന്ന വഴി? ബാംഗ്ലൂരിലേക്കാ. ബാംഗ്ലൂരിലേക്കാണല്ലേ? കുറച്ച് മുന്നോട്ട് പോയിട്ട് തന്നെ ഇറക്കി വിട്ടാൽ മതി. എന്റെ വീട് ആ ഭാഗത്താ. എന്തായാലും നിങ്ങൾക്ക് വണ്ടി നിർത്തി തരാൻ തോന്നിയല്ലോ, വലിയ ഉപകാരമായി. ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോയനെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങൾ ഈ കാണിക്കുന്നത് പോലെ നിങ്ങളുടെ ഭാര്യ കാണിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ഹലോ സന്ധ്യ, നീ ഇപ്പൊ എവിടെ? എന്റെ സ്കൂൾമേറ്റ് എന്നെ മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങള് വീട്ടിലേക്ക് വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ബൈ. എന്നോട് അവള് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര വലിയ സുന്ദരി വന്നാലും വരുന്നവൾക്ക് ഒരു ദിവസത്തേക്ക് 1 ലക്ഷം രൂപ. അത് ഈ മാർക്കറ്റിലിരുന്ന് പൂക്കച്ചവടം നടത്തുന്നവർക്ക് കുറച്ച് കൂടുതലായി തോന്നും അല്ലേ? വില എത്രയായാലും ഇഷ്ടപ്പെട്ട ഒന്നിനെ വിട്ടുകൊടുക്കുന്ന ശീലം ഇന്നുവരെ ഇല്ല എനിക്ക്. സിഗ്നലിൽ നിൽക്കുന്നവരെല്ലാം പിച്ചെടുക്കാൻ വേണ്ടി നിൽക്കുന്നവരാണെന്ന് കരുതരുത് സർ. നിങ്ങൾ വിലയിട്ടത് എന്റെ സൗന്ദര്യത്തിനല്ല, നിങ്ങളുടെ കാമത്തിന്. ഒരു പൂ വിൽക്കുന്ന എന്റെ കൂടെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈഗോ ഹേർട്ടായത് കൊണ്ട് മാത്രം അങ്ങനെ, നിങ്ങളുടെ ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം. വാവ്, വലിയ വാചകോടിയാണല്ലോ. നിങ്ങളുടെ അത്ര അറിവൊന്നും എനിക്കില്ല. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു. നീ നേരത്തെ എന്താ എന്നോട് ചോദിച്ചത്? നിങ്ങൾ ഈ കാണിക്കുന്ന പോലെ നിങ്ങളുടെ ഭാര്യ കാണിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ തന്നെ കണ്ടു. സാർ, അവള് പുറത്തേക്ക് വരുന്ന സമയത്ത് അവളെ കൊന്നേക്ക്. ആണിന് എന്തു ആവാം, പക്ഷെ പെണ്ണ് ചെയ്ത അത് സഹിക്കില്ല. ഉത്തമ പുരുഷന്റെ ലക്ഷണം ഇതാണല്ലേ? ഞാൻ ജോലിയുള്ള ഒരാണാണ്, സമ്പാദിക്കുന്നുണ്ട്. ഞാൻ സമ്പാദിക്കുന്നതുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ 1 മാസം കൊണ്ടുണ്ടാക്കുന്ന കാശ ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ടുണ്ടാക്കുന്നത്. ആഫ്റ്റർ ഓൾ പൂവിക്കുന്ന എനിക്ക് ഇത്ര സമ്പാദിക്കാൻ പറ്റുന്നാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ മനസ്സ് വെച്ചാ എത്ര സമ്പാദിക്കാൻ പറ്റും? ഞാൻ നിനക്ക് കാശ് തന്നത് എന്റെ കൂടെ കിടക്കാനായിട്ടാ, അല്ലാതെ എന്നെ ഉപദേശിക്കാനായിട്ടല്ല. എന്താ സർ, കാശ് തന്ന് നിങ്ങളെ സൂക്കേട് തീർക്കുമ്പോ അത് തെറ്റല്ല, കാശ് വാങ്ങി ഞങ്ങൾ അത് ചെയ്യുമ്പോ അത് തെറ്റല്ലേ? എന്റെ ഭാര്യ മറ്റൊരുത്തന്റെ കൂടെ ചുറ്റി നടക്കുകയാണോന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങളപ്പോ ആരുടെ കൂടെ ചുറ്റി നടക്കാറില്ലേ? കൊന്നുകളയും ഞാൻ. എന്നെയാണോ? അല്ല, എന്റെ ഭാര്യയെ. തെളിവിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു ഇതുവരെ. മനസാക്ഷിയെ ഇല്ലാത്ത നിങ്ങൾക്കേ തെളിവിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങ് കൊന്നു കളഞ്ഞേക്ക്. ആയിക്കോട്ടെ, ഇനി അവര് തെറ്റ് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് എന്താ? വലിയ പുണ്യപ്രവൃത്തിയല്ലേ? നീ കുറച്ച് കാശിന് വേണ്ടി ശരീരം വിൽക്കുന്നവളാ. വലിയ ഉപദേശമൊന്നും നീ പറയണ്ട. കിട്ടാനുള്ളത് എരന്ന് വാങ്ങി ചെയ്യാനുള്ളതൊക്കെ ചെയ്തു തീർത്തിട്ട് നേരെ പൊക്കോണം. മാഡം, നിങ്ങൾക്ക് കഷ്ടകാലം തുടങ്ങിയെന്നാ തോന്നുന്നത്. എന്തിന്? SI ഇന്ന് തന്നെ നിന്റെ അച്ഛനെ വിളിക്കും. ചാടി പോന്ന കാര്യമൊക്കെ ഇപ്പൊ അറിയിക്കും അയാള്. അദ്ദേഹത്തിന്റെ മകളാണെന്ന് അറിഞ്ഞാൽ പിന്നെ ഫോളോ ചെയ്ത് വരുമോ? എന്തായാലും മുന്നിലൂടെ വരത്തില്ല, വെറുതെ ഒന്ന് പിന്നിലേക്ക് നോക്കും.
ഒന്ന് വേഗം വിടറോ. ഇല്ല, ഞാൻ എന്തെങ്കിലും ഒരു തെറ്റായ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇവരെന്റെ ഭാര്യയെ കൊന്നുകളയും. ഇവിടെ മൂർത്തി സാർ വന്ന് ഈ വണ്ടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. വേമാ വേമാ. ഇൻസ്പെക്ടർ. അയ്യോ സാറോ? എടാ വേണ്ട, വണ്ടി ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ. എന്താ സാറേ പറയുന്നത്? ഡിപ്പാർട്ട്മെന്റിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും എപ്പോഴും ഞങ്ങൾ സാറിന്റെ പേരാ സജസ്റ്റ് ചെയ്യാറ്. നിങ്ങൾ പോക്കോ, കുഴപ്പമൊന്നുമില്ല, സാറിന് ഞങ്ങൾ ഉണ്ടായിക്കോളാം. ആ സാറേ, നിങ്ങൾ പോയിക്കോളൂ. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാ. താങ്ക് യു സാർ. ഇവനറിയോ?
ഇവനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ. ഇവൻ എവിടെയെങ്കിലും വെച്ച് കണ്ട ഉടനെ ഇൻഫോം ചെയ്യണം. ഈസ് വെരി ഡേഞ്ചറസ്. മനസ്സിലായോ? ആക്ച്വലി ഞാൻ തൊപ്പി മറന്നു വെച്ചു, അതെടുക്കാൻ വേണ്ടി തിരിച്ചു വന്നതാ. ഓക്കെ, അപ്പൊ ശരി, ബൈ ബൈ. താനവിടെ എന്ത് നോക്കിക്കാടോ? വണ്ടി എടുക്ക് വേഗം. ഓരോരുത്തന്മാരെ ഫോട്ടോ അയച്ചോളും മനുഷ്യന്റെ ഉറക്കം. വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടാം. വീണ്ടും ഇങ്ങോട്ട് എങ്ങനെ വന്ന അതിനൊരു ചാൻസും ഇല്ല. അയാൾ നിന്റെ അച്ഛൻ ഉറപ്പായിട്ടും വിളിക്കും, വീണ്ടും നിന്റെ പുറകെ വരികയും ചെയ്യും. അതിന് ചാൻസേ ഇല്ല. എന്താ കൊടുത്തതേ എന്റെ നമ്പർ. ബോൾഡ് അച്ഛനെ ഞാൻ കുറെ തവണ വിളിച്ചു നോക്കി, അങ്ങേര് ഫോൺ എടുക്കുന്നില്ലല്ലോ. അത് പിന്നെ സർ രാത്രി സമയല്ലേ, അതുകൊണ്ടായിരിക്കും എടുക്കാത്ത. രാവിലെ എന്നെ വിളിക്കുമ്പോ ഞാൻ പറഞ്ഞേക്കാം സർ. ഓക്കേ, ബൈ. ബൈ. മാഡം, രക്ഷപ്പെട്ട് ഓടാതൊന്നും വിചാരിക്കണ്ട. ഈ തോക്കിലാകെയുള്ളതേ 2 ബുള്ളറ്റാ. ഇതെന്താ ഇത്? ചോദിക്കാൻ നീ ആരാ? ചെക്കന്റെ വീട്ടുകാരനാ. എന്റെ പേര് പിണ്ടുന്നാ. എല്ലാവരും സ്നേഹത്തോടെ പിണ്ടുമോനേന്ന് വിളിക്കും. നീ ആരായാലും എനിക്കെന്താ? എന്റെ കാറിൽ നിന്ന് ഇറങ്ങും. ഓ, വിഷമായിരുന്നല്ലേ? അല്ല, നിങ്ങളെന്തിനിപ്പോ വിഷം കുടിക്കുന്നത്? വിട്ടേക്ക്, എനിക്ക് ചാവണം. ഓ, ഞാൻ ജീവിച്ചിരിക്കാൻ പാടില്ല. നൈസ് കോമഡി. ആ, അത് നിറവേറ്റാൻ വേണ്ടിട്ടല്ലേ ഞാൻ വന്നിരിക്കുന്നേ. ഈ തോക്കതിന് വേണ്ടിയല്ലേ? ഡാ, നിനക്ക് കാശല്ലേ വേണ്ടേ? എടുത്തോ. എവിടെ കൊണ്ട് കൊടുത്താലും 1 ലക്ഷമെങ്കിലും കിട്ടും. മാഡം, ഞാൻ വളർന്നു വരുന്നൊരു റൗഡിയാ. ഈ പ്രൊഫഷൻ ആകുമ്പോൾ നമ്മൾ കുറച്ച് മര്യാദ ആത്മാർത്ഥതയൊക്കെ കാണിക്കേണ്ടി വരും. അതായത് കൊല്ലേണ്ടി വരുമെന്ന്. നീ എന്നെ കൊന്ന് ജയിലിലേക്ക് പോയാ പാവം ആ ഭാവനയുടെ ഗതി എന്താവും? ഏത് ഭാവന? എന്റെ വീടിന്റെ അടുത്ത് തന്നെയുള്ള പെൺകുട്ടി. അവൾ എന്റെ നല്ലൊരു സുഹൃത്താ. നീ ദിവസം അവിടെ വന്ന് നിൽക്കുന്നതും അവളെ കാണുമ്പോഴൊക്കെ ചിരിക്കുന്നതും എല്ലാം എനിക്കറിയാം. അവൾ എല്ലാ കാര്യവും എന്നെ ഫോണിൽ വിളിച്ച് പറയാറുണ്ട്. എന്താണെന്നറിയോ? അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട്. ഇതൊക്കെ ഉള്ളതാണോ? ഉള്ളതാണെങ്കിലും എന്താ, അവളെ നിനക്ക് ജന്മത്ത് കിട്ടാൻ പോകുന്നില്ല. അവളുടെ അച്ഛൻ ഒരു മിലിറ്ററി ഓഫീസറാ. നിന്നെ പോലെയുള്ള റൗഡികൾക്കൊന്നും എന്തായാലും കെട്ടിച്ചേരില്ല. ഏതാ ഇവള്? നിനക്കറിയാവളെ? ഇവള് ഇത് എന്റെ ഏട്ടന്. നിങ്ങൾക്ക് പൈസയല്ലേ വേണ്ടത്? ദൈവത്തെ ഓർത്ത് എന്റെ ഏട്ടനെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാം. ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. ഈ പിച്ചക്കാശൊന്നും പോരാ. എന്നടാ നിന്റെ ഭാര്യ ഫാമിലിക്ക്? ശരിയാ, എനിക്ക് അവളോട് ആത്മാർത്ഥ പ്രേമ. പക്ഷേ ഞാൻ അവിടെ വന്നു നിന്നത് അവൾക്ക് വേണ്ടി ആയിരുന്നില്ല, നിങ്ങളെ വാച്ച് ചെയ്യാൻ വേണ്ടിയായിരുന്നു. വാട്ട്? എന്നെയോ? നിങ്ങളെ കൊല്ലാൻ ഒരു കൊട്ടേഷൻ കിട്ടി എനിക്ക്. ആരാ നിന്നോട് ചെയ്യാൻ പറഞ്ഞേ?
വിളിക്കാനല്ലേ പറഞ്ഞേ? എന്നോട് ക്ഷമിക്കണം. നിന്റെ ഭാര്യ എനിക്ക് എൻ്റെ പെങ്ങളെ പോലെ. അവൾ ജീവിതത്തിൽ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാ നിന്നെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞത്. തെറ്റ് ചെയ്യുന്നത് ഞാനാ. അറ്റ്ലീസ്റ്റ് അവളോട് ഒരു മാപ്പെങ്കിലും പറയണം. സന്ധ്യ പ്ലീസ് ഈ കോളം നിരക്ക്. സാർ, എന്റെ സന്ധ്യ നീ എന്താ ചെയ്തേ? ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല സാർ. പാവം, അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുക ഞാൻ. എടാ അവളെ ഒന്നും ചെയ്യരുത്. അവളുടെ കയ്യിൽ ഫോൺ കൊടുക്ക. ഫോൺ കൊടുക്കാൻ. കൊട്ടേഷൻ തന്ന ഇയാളാ, തന്റെ കുടുംബനാഥൻ. വാട്ട്? ഹലോ സന്ധ്യ, നീ എന്നോട് പൊറുക്കണം. ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതായിരുന്നു. എനിക്ക് നീ മാപ്പ് തരില്ലേ? ഗൗരീഷ്, നീ ഇപ്പൊ എവിടെയാന്ന് പറ. എനിക്കറിയില്ല, പക്ഷേ വാട്ട്? 5 ലക്ഷം രൂപയെ ചോദിക്കുന്നു. അഭി അയച്ച മെസ്സേജ് ഞാൻ ഇപ്പോഴാണ് കണ്ടേ. ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് കിട്ടിയ ശിക്ഷയായിരിക്കും ഇതൊക്കെ. ഗൗരീഷ്, പറ്റിപ്പോയ തെറ്റ് എന്തായാലും സ്വയം തിരിച്ചറിഞ്ഞില്ല. പൈസ ഡോണ്ട് വറി. പണം റെഡിയാക്കി കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. പോലീസിന്റെ അടുത്തേക്ക് എങ്ങാനും പോകാൻ ശ്രമിച്ചാ ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. സോറി. മാഡം, എന്തു പറ്റി മാഡം? കിഡ്നാപ്പ്. എന്റെ ഹസ്ബൻഡിനെ ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. അവർക്ക് 5 ലക്ഷം വേണോന്നാ പറയുന്നത്. എന്നിട്ടിപ്പോ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? എനിക്ക് കാശല്ല, ഹസ്ബൻഡാണ് പ്രധാനം. വാവ്, നമ്മുടെ ഈ നാട്ടിലെ മാഡത്തിനെ പോലെ നല്ല സ്ത്രീകളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. നിങ്ങളെ കൊല്ലാൻ വേണ്ടി ആരാണ് എനിക്ക് കാശ് തന്നെ? ഇപ്പൊ അയാളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ കാശ് കൊടുക്കാൻ പോവല്ലേ? ദയവ് ചെയ്ത് എന്നെ കൊല്ലരുത്, എന്നെ വിട്ടേക്ക്. എന്തൊരു കഷ്ടം നോക്കിയേ. ഇതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. സർ, സാറേ, മാഡം സാറിന്റെ മടിയിലായല്ലേ? അങ്ങേരെ ലവർ അങ്ങേരെ ഇട്ടേച്ചു പോയി. കറക്റ്റ് സമയത്ത് ഒരു പെണ്ണും വന്നു. ഈ മഹാഭാഗ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഇതിനെ അല്ലാതെ വേറെന്താ പറയാ? രണ്ടുപേരും ഒന്നിക്കട്ടെ. പാണ്ഡു, അല്ല, മാഡം ഭയങ്കര സ്പീഡാണല്ലോ. അങ്ങോട്ട് തിരിച്ച് സ്നേഹിച്ച ഹൃദയം പറിച്ച് കൈ തരും സാറേ. താൻ വണ്ടി ഓടിച്ചാ മതി, വെറുതെ തലകയറല്ലേ. സോറി സാർ. ഫസ്റ്റ് ലവ് നഷ്ടം, സെക്കൻഡ് ലവ് ലാഭം. സോറി. ഇറ്റ്സ് ഓക്കെ. ഹലോ. ഹലോ രാമചന്ദ്ര. രാംപ്രസാദോ? അല്ല, ഇതാരാ സംസാരിക്കുന്നത്? ഞാൻ അർപ്പിത. ഈ രാംപ്രസാദും വിജയപ്രകാശ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇവിടെ ഇല്ല. ഇത് അള്ളേശ്വരല്ലേ? അയളേശ്വരോ? റോങ് നമ്പർ. എടോ, താനത് ആരെയും ഫോൺ ചെയ്യുന്നേ? അതും ഈ പാതിരാത്രിയില്. നിന്റെ സൂക്കടക്കം മനസ്സിലായി.
പാതിരാത്രിയില് പെണ്ണുങ്ങളെ വിളിച്ച് ശല്യം ചെയ്യാണല്ലേ? വെച്ചിട്ട് പോടാ ഫോൺ. ഇനി അത് പ്രത്യേകിച്ച് പറയണോ? എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ശബ്ദം നല്ല ഹോട്ട് ആൻഡ് സ്വീറ്റ് ആണ് കേട്ടോ. ഐ ലൈക്ക് യുവർ വോയിസ്. നീ വീണ്ടും തിരിച്ചു വന്ന എന്തിനാ? എന്താ? മാഡം, ഞാനും മാഡത്തിന്റെ കൂടെ വരാം. എന്തിന്? ഓ, എന്താ ആലോചിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലായി. ബോഡിയിലാകെ 1/2 കിലോ ഇറച്ചിയും വെച്ച് തോക്കിൽ 2 ബുള്ളറ്റും വെച്ച് എന്ത് ചെയ്യാനല്ലേ? സാരമില്ല മാഡം, എന്ത് പറ്റിയാലും കുഴപ്പമില്ല. ഞാനും മാഡത്തിന്റെ കൂടെ തന്നെ വരാം. ഇനിയിപ്പോ ഞാൻ അവിടെ നിന്ന് ചാവേണ്ടി വന്നാലും ശരി, മാഡത്തിന്റെ ഭർത്താവിനെ ഞാൻ എന്തായാലും രക്ഷിക്കും. ഇനിയിപ്പോ ഞാൻ ജീവനോടെ എങ്ങനെ തിരിച്ചു വന്നാ ഭാവനോട് സംസാരിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒന്നിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാ മാഡം. പറ്റില്ല എന്ന് പറയരുത്. എനിക്കൊന്നും പറയാൻ വേറെ ആരുമില്ല മാഡം. എന്റെ ഹസ്ബൻഡ് എന്നെ കൊല്ലാൻ വേണ്ടി നിന്നെ പൈസ തന്ന് ഏൽപ്പിച്ച എന്തിനാ? സംശയം തന്നെയാ മാഡം. നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് വേറെ ഏതോ ഒരുത്തനുമായിട്ട് ബന്ധമുണ്ടെന്നും പറഞ്ഞ് ഒടുക്കത്തെ സംശയമായിരുന്നു. ഓ, ഞാൻ കെഫേയിൽ ഒരുത്തന്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നത് നേരിട്ട് കണ്ടതുകൊണ്ടായിരിക്കും നീയും കൺഫേം ചെയ്തതല്ലേ? നിനക്കൊരു കാര്യം അറിയോ? എന്റെ ഹസ്ബൻഡിന് ഒരുപാട് പെണ്ണുങ്ങളുടെ കൂടെ അഫയർ ഉണ്ട്. ആണോ? ഞാൻ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന ആള് എന്റെ ബോയ് ഫ്രണ്ട് ഒന്നും അല്ല. അയാൾ എന്റെ ഹസ്ബൻഡിന്റെ സുഹൃത്താ. എന്റെ ഹസ്ബൻഡിന് ഏതൊക്കെ പെൺകുട്ടികളായിട്ടാ ബന്ധമുള്ളതെന്ന് അയാൾ എന്നോട് പറഞ്ഞു. അദ്ദേഹം ഇന്ത്യ വിട്ടിട്ട് ദുബൈയിൽ സെറ്റിൽ ആവാൻ പോവാ. അവസാനമായിട്ട് എന്നെ വന്ന് കണ്ടു. എന്റെ ഹസ്ബൻഡിന്റെ യഥാർത്ഥ മുഖം എന്താന്ന് കാണിച്ചു തന്നു. ഞാൻ നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് എന്നെ പറഞ്ഞേക്കാനുള്ള കൊട്ടേഷനായിട്ട് വന്നവനാ. പക്ഷെ നിങ്ങളാണെങ്കിലോ ഈ ലോകം എങ്ങനെയാണെന്ന് എന്നെ കൃത്യമായിട്ട് പറഞ്ഞു പഠിപ്പിച്ചു. താങ്ക് യു മാഡം. മാഡം, നിങ്ങളുടെ ഭർത്താവ് അവന്മാരുടെ കയ്യിൽ പെട്ട എന്തായാലും നന്നായി. ചില ആളുകൾക്ക് കിട്ടേണ്ടത് കിട്ടിയാലേ ബുദ്ധി വർക്കാവുള്ളൂ. മാഡം, മാഡം എന്തിനാ ഇങ്ങനെ ശോകം അടിച്ചിരിക്കുന്നത്? വെൻ ഐ ആം ഹിയർ, വൈഫ് ഹിയർ. പിന്നെ വിളിക്കാണല്ലേ? നിനക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. ഹലോ ഹലോ, ആരാത്? അയ്യോ, ഇത്രയും പെട്ടെന്ന് മറന്നുപോയോ? അത് തന്നെ, സെയിം ക്യൂട്ട് വോയിസ്. ഓ, നിങ്ങളായിരുന്നു അത്. അല്ല, താനേ എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞേ? ഞാൻ ഹോട്ട് ആൻഡ് ക്യൂട്ട് ബോയ് ആണെന്ന്. അത് പിന്നെ എനിക്ക് ശബ്ദം കേട്ട് ഭാവി പ്രവചിക്കാൻ പറ്റും എന്ന് എന്റെ ഭാവി പറഞ്ഞ. നിങ്ങളെ കാണാൻ അങ്ങനെ പ്രത്യേകിച്ച് മെനയൊന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ മനസ്സില്ലേ അതൊരു രക്ഷയില്ല. പക്ഷേ നിങ്ങളുടെ മുഖം കണ്ട ഒരു മനുഷ്യനും തോന്നില്ല. നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഭാര്യ ഒഴികെ എല്ലാവരും ഭയങ്കര സുന്ദരികളായിട്ട് തോന്നും അല്ലേ? പിന്നെ നിങ്ങൾക്ക് കാക്കി കളറ് ഭയങ്കര ഇഷ്ടാ. ഒരുപക്ഷെ നിങ്ങളൊരു ഹെഡ് കോൺസ്റ്റബിൾ ഒക്കെ ആയിരിക്കും. താൻ പറഞ്ഞതൊക്കെ ശരി തന്നെ. പക്ഷെ ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ അല്ല, PSI. ഓ മൈ ഗോഡ്, PSI. ഐ ലൈക്ക് PSI. ആണോ? ആ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പ്രമോഷൻ കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. റിയലി? ഓക്കെ ഓക്കെ, ഞാൻ കുറച്ച് ബിസിയാ. ഐ ക്യാച്ച് യു ലേറ്റർ. ബൈ ഹോട്ട് ബോയ്. ഹലോ ഹലോ ഹലോ. ഓ ഷിറ്റ്. മാഡം, എനിക്കൊരു അനിയത്തിക്കുട്ടിയുണ്ട്. ഞങ്ങളുടെ അച്ഛനെ ഞങ്ങളുടെ അമ്മയുടെ കൂടെ ജീവിക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. ഫുൾ എന്റർടൈനിങ് ആയിരുന്നു. കിട്ടിയ സമയം കൊണ്ട് 2 പിള്ളേരെയും കൊടുത്തിട്ട് പുള്ളി അങ്ങ് എസ്കേപ്പായി. എന്ത് തന്തയല്ലേ. അങ്ങേരെ എങ്ങനെ ഇപ്പൊ എന്റെ കയ്യിൽ കിട്ടിയാണ്ടല്ലോ, അവന്റെ നെഞ്ചാങ്കൂടുമ്പോ കയറിയിരുന്ന് ഈ ഗണ്ണങ്ങയുടെ വായ കയറ്റി പൊട്ടിക്കിഞ്ഞ. ഞാനിപ്പോ ഈ ശോകക്കഥ നിങ്ങളോട് എന്തിനാ പറയുന്നതെന്ന് ആലോചിക്കായിരിക്കും അല്ലേ? മാഡം, എന്നെ പോലുള്ളവന്മാരൊക്കെ എന്തിനാ ഇമ്മാതിരി ജോലിക്ക് ഇറങ്ങിത്തിരിക്കുന്നതെന്ന് നിങ്ങളെ പോലുള്ളവർ മനസ്സിലാക്കണം. ഓ, അങ്ങനെ ബാംഗ്ലൂർ എത്തി.
ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ താൻ ആരോ ഞാൻ ആരോ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഒരു പക്ഷേ ഞാൻ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് പകരം എൻ്റെ ഫോട്ടോ തന്നെ അയച്ചിരുന്നെങ്കിൽ എന്തായാലും. എന്താ മോനെ, ഫ്ലേട്ടിംഗ് ആണോ? ഹലോ, വേണമെങ്കിൽ പറഞ്ഞാൽ മതി, തന്നെ ഞാൻ ചേച്ചിന്ന് വിളിച്ചോളാം. അല്ല, ആക്ച്വലി ഈ സ്മാർട്ട് ആയിട്ടുള്ള ബോയ്സിനെ ചേച്ചിന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. മേ ബി നിന്റെ അച്ഛന്റെ ഫോട്ടോയ്ക്ക് പകരം നിന്റെ ഫോട്ടോയെ കണ്ടിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടേനെ. ഇല്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഈ പാട്ട് മാറ്റി, ഈ പാട്ട് മാറ്റാൻ. ഡോ, പറഞ്ഞത് കേട്ടില്ലടോ? ആ പാട്ട് നിർത്താൻ, വേഗം നിർത്ത്. എന്താ സാറേ, സാറിന് പാട്ട് ഇഷ്ടമല്ലേ? കരച്ചിലെടുക്കല്ലേ, മര്യാദയ്ക്ക് നിർത്തിക്കോ. താമർത്ത് ചാവാൻ നിൽക്കണ്ട, മര്യാദയ്ക്ക് നിർത്തിക്കോ. താൻ എന്താ പൊട്ടനാണോ? പാട്ട് മാറ്റടോ. പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവാന്നറിയാലോ. എന്റെ ഭാര്യയെ നിങ്ങൾ കൊന്നു കളഞ്ഞേക്ക്. നിങ്ങളെ ഇന്ന് ഞാൻ സഹായിച്ച എന്റെ പെറ്റമ്മയെ ദ്രോഹിക്കുന്നതിന് തുല്യം അത്. നിങ്ങൾ എന്ത് ചെയ്താലും സാരമില്ല, എന്റെ ഭാര്യയെ കൊന്നാലും കുഴപ്പമില്ല. അത് ധർമ്മത്തിന് വേണ്ടിയും ഈ ദേശത്തിന് വേണ്ടിയും ആയിക്കോട്ടെ. എന്റെ ഭാര്യയെ കൊന്നേക്ക്. ഗോപേ, തനിക്കിതിനെ പറ്റിയൊന്നും അറിയാത്തോണ്ടാ. എനിക്കൊന്നും അറിയണമെന്നില്ല. എനിക്ക് നിങ്ങളെ സഹായിക്കേണ്ട കാര്യം എന്താ? ഫോണിങ്ങിതാ. ഫോണാ? എന്തിന്? ഫോൺ തരാൻ. അതെന്തിനാന്നാ തന്നോട് ചോദിച്ചേ? വീഡിയോ എടുക്കാനാ. വീഡിയോ എടുക്കാനോ? എന്ത് വീഡിയോ? ഇന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ നടന്നു കഴിഞ്ഞാ നാളെ 4 മുസ്ലിങ്ങൾക്ക് അത് ഉപകാരമാകുന്നല്ലേ നിങ്ങൾ കരുതുന്നേ? ഫോണിങ്ങിതാ. നോക്ക്, ഞങ്ങൾ ചെയ്യുന്നത് നമ്മളെ പോലുള്ള പാവം ജനങ്ങൾക്ക് വേണ്ടിയാ. അപ്പൊ അള്ളാഹുവിന് വേണ്ടിയാണെന്ന് പറഞ്ഞത്? സത്യം തന്നെയാ, അള്ളാഹുവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. അച്ഛാ, ഞങ്ങളെ രക്ഷിക്കാൻ അള്ളാഹു എന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ അള്ളാഹുവിനെ രക്ഷിക്കാൻ ആൾക്കാരുണ്ടെന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായത്. നോക്ക് അൽത്താഫ്, താനൊരു മുസ്ലിം അല്ലേ, ഞാനൊരു മുസ്ലിമാണ്. നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് താൻ തന്നെ പറ. फितरत है इंसान की तोड़ना, न जोड़ना उसने सीखा है. कुदरत के नजरों से बचना खुदी को दिया धोखा है. कयामत के अंजाम से बचता है, वही खुदा का परिंदा है. शहादत के मातम पे हंसता है, इंसान नहीं वो दरिंदा है.
നീ ഒരു ഒറിജിനൽ മുസ്ലിം തന്നെയല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞത് ഖുറാനിൽ ഏത് പേജിലാ ഉള്ളത്? അത് അത് അല്ലാക്കി കസം, അത് 3-ാമത്തെ പേജിലല്ലേ? ഇത് ഖുറാനിലുള്ള വാചകങ്ങളെ അല്ല. ശരിക്കുള്ള വിശ്വാസികളായിരുന്നു നിങ്ങളെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യില്ലായിരുന്നു. നിങ്ങൾക്കൊക്കെ നാണം വരേണ്ടതാ. അതൊക്കെ പോട്ടെ, കുട്ടികൾ എന്ത് ചെയ്യുന്നു? പഠിച്ചുകൊണ്ടിരിക്കുക. മുന്നോട്ട് എന്ത് ചെയ്യാനാ പരിപാടി? ഇനി അവരെ ഡോക്ടർ എഞ്ചിനീയർ ഒക്കെ ആക്കാൻ പഠിപ്പിക്കാൻ നോക്കും. വാ, നിങ്ങളുടെ കുട്ടികൾ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആകണം അല്ലേ? പാവപ്പെട്ട മുസ്ലിങ്ങളുടെ മക്കള് തോക്കുമെടുത്തുകൊണ്ട് തീയിൽ ചാടി വെന്ത് മരിക്കണം അല്ലേ? നാണമില്ല നിങ്ങൾക്കൊക്കെ? ഞാന് താമസിക്കുന്ന ഒരു ഹിന്ദുവിന്റെ വീട്ടിലാ. അയാള് വാസ്തു അനുസരിച്ചാ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അയാള് ഹോമവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് താക്കോൽ എൻ്റെ കയ്യിൽ തന്നു. എൻ്റെ ഭാര്യ ചന്ദനത്തിരി, കർപ്പൂരം, പൂമാല ഇവയൊക്കെ കാളിയാഞ്ജനേയ ക്ഷേത്രത്തിന് മുമ്പിൽ വിറ്റുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ നാട്ടില് പൂവും പഴവും ചിക്കനും മട്ടനും ഒക്കെ വിൽക്കുന്നത് മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരാ കൂടുതൽ. എല്ലാ ജാതിക്കാരും വന്ന് വാങ്ങുന്നുണ്ട്. വിശ്വാസത്തോടെയാ വന്ന് വാങ്ങുന്നത്. നമ്മൾ ചന്ദ്രനെ വണങ്ങുന്നു, അവരും ചന്ദ്രനെ വണങ്ങുന്നു. നമ്മൾ പെരുന്നാളിന്റെ ദിനങ്ങളിൽ, അവരുടെ വ്രതാനുഷ്ഠാനത്തിന്റെ ദിനങ്ങളിൽ എത്രയോ ഹിന്ദു ക്ഷേത്രങ്ങൾ മുസ്ലിങ്ങൾ പണിയെടുപ്പിച്ചവയാണ്. ഇവിടുത്തെ എത്രയോ മുസ്ലിം പള്ളികൾ ഹിന്ദു സഹോദരന്മാരുടെ വിയർപ്പോ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തെ? നിങ്ങളെപ്പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാട്ടില് മഹാനായ കലാകാരൻ ബിസ്മില്ലാ ഖാൻ എന്ന വ്യക്തിയെയും അബ്ദുൽ കലാം എന്ന ശാസ്ത്രജ്ഞനെയും നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നു. എന്ന് കരുതി താനിപ്പോ എന്ത് ചെയ്യാൻ പോകണമെന്ന്? അള്ളാഹു പറഞ്ഞ പോലെ. അല്ലാ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ ഞങ്ങളൊന്നും ചെയ്യരുത്. വണ്ടി ഒന്ന് നിർത്ത്. ഇപ്പൊ നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ലേ? നിങ്ങളെ രക്ഷിക്കുന്ന കാര്യത്തില് നോക്ക്, എനിക്ക് 2 ചെറിയ മക്കളുണ്ട് അൽത്താഫ്. വണ്ടി നിർത്ത്. നീ അപ്പൊ ഫോണിൽ പറഞ്ഞില്ലേ അച്ഛനെയും അമ്മയും ഭാര്യയും മക്കളെയും ഒന്നും കാണാൻ പാടില്ലാന്ന്? നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം അള്ളാഹുവിന് ഇഷ്ടമായിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ എന്റെ കാറിൽ തന്നെ വന്ന് കയറ്റിയത്. ഇപ്പൊ ഞാൻ യഥാർത്ഥ ധർമ്മം പിൻപറ്റാൻ പോവുകയാണ്. ഏയ് അൽത്താഫ്, താൻ അബദ്ധമൊന്നും കാണിക്കല്ലേ? ഇയാൾ എന്ത് ചെയ്യും? അൽത്താഫ്, വണ്ടി ഒന്ന് പതുക്കെ ഓടിക്കുക അൽത്താഫ്. അൽത്താഫ്, അൽത്താഫ്, വണ്ടി ഒന്ന് പതുക്കെ ഓടിക്കുക. അൽത്താഫ്, വണ്ടി നിർത്ത്. അൽത്താഫ്, വണ്ടി നിർത്ത്. നിർത്താനല്ല പറഞ്ഞു. ഞങ്ങളൊന്നും ചെയ്യരുത്. അൽത്താഫ്, പറയുന്നത് കേൾക്ക്. തന്റെ ഭാര്യ ഞങ്ങൾ വെറുതെ വിടാം. തനിക്ക് ജീവിക്കാൻ കൊതിയില്ലേ? വണ്ടി നിർത്ത്, ഞങ്ങൾ പോയിക്കോളാം. അൽത്താഫ്, ഞാൻ പറയട്ടെ. അൽത്താഫ്, പറയുന്നത് കേൾക്ക്. അൽത്താഫ്, അൽത്താഫ്, വണ്ടി നിർത്ത്. ഞങ്ങളുടെ ആൾക്കാരെ വിളിച്ച് തന്റെ ഭാര്യനെ ഇപ്പൊ തന്നെ വെറുതെ വിടാൻ പറയും. വേണ്ട അൽത്താഫ്. യാ അല്ലാഹ്. വണ്ടി ലെഫ്റ്റ് എടുക്ക്. അല്ല സോറി സാർ, ബാംഗ്ലൂർക്ക് റൈറ്റിലേക്കല്ലേ പോണ്ടേ? ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കാട്ടിലേക്ക് എത്തുക. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. വണ്ടി ലെഫ്റ്റിലേക്ക് എടുക്ക്. അല്ല പോ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് എവിടേക്കും. നടക്കങ്ങോട്ട്.
ഹലോ ഹലോ ഉസ്മാൻ, ഞാൻ കൊടുത്ത ട്രീറ്റ്മെന്റിന് തന്റെ ഉസ്മാൻ ഇനി ജീവനോട് വരില്ല. തനിക്ക് പറയാനുള്ളത് പറയും. ആദ്യം നീ ആരാന്ന് പറയടാ. ഞാൻ ആരാണെന്ന് പറയുന്നതിനേക്കാളും കാണുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇയാളത് എവിടെ പോവാ? അതിന് മാത്രമല്ല എന്തോ ഉള്ളത്. ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ. ഇപ്പൊ ഇത് പറയാനുള്ള കാരണം അതല്ല. നിങ്ങൾ എല്ലാ ദിവസവും ഉറങ്ങുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കാറ് വാങ്ങണമെന്ന്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 3 വർഷമായില്ലേ? നിങ്ങളുടെ സ്വപ്നമായിട്ട് തന്നെ ഇരിക്കാം. നിങ്ങളുടെ വിഷമം കണ്ടില്ല എന്ന് നടിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാനും ഇറങ്ങി തിരിച്ചു. പൂ വിറ്റും കാറ് തുടച്ചുമൊക്കെ കുറച്ച് പൈസ ഞാനും സ്വരുക്കൂട്ടി വെച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു തീരുമാനത്തിലെത്തിയത്. പൂ വിൽക്കുമ്പോ സിഗ്നൽ വെച്ച് പണക്കാരനായ ഒരു വ്യക്തി എല്ലാ ദിവസവും എന്നെ മറ്റൊരു കണ്ണിൽ നോക്കി കാണാറുണ്ട്. അയാളുടെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട്. എന്ന് നമ്മുടെ കയ്യിലോ ദാരിദ്ര്യം മാത്രം. ഒരു രാത്രിക്ക് 1 ലക്ഷം കിട്ടും. ഒരേ ഒരു രാത്രി മാത്രം ഈ ശരീരം എന്റേതല്ലാന്ന് കരുതി അവന്റെ കൂടെ പോവാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. തെറ്റ് തന്നെ. എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണം. പാണ്ഡു പാണ്ഡു എടോ, തനിക്ക് എന്താ പറ്റിയേ? ഞാനിവിടെ വിടില്ല സാറേ. ഞാനിവിടെ വിടാൻ പോകുന്നില്ല. നിങ്ങൾ ഇത്രയും നേരം കണ്ട വീഡിയോയില് എന്റെ ഭാര്യയുണ്ട് സാറേ. ഇവനെ എനിക്ക് കൊല്ലണം. കൊല്ലം ഞാൻ ഇവനെ. ഇവനെ കൊന്ന തന്റെ ഭാര്യയെ തനിക്ക് തിരിച്ചു കിട്ടോ? അതെ പാണ്ഡു ചേട്ടാ, മോൻ പറഞ്ഞത് ശരിയല്ലേ? പ്ലീസ് മാഡം, എന്തെങ്കിലും ചെയ്തിട്ട് എന്റെ ഭാര്യയെ രക്ഷിക്കണം മാഡം. എവിടെ വരണമെന്ന് പറയും. എവിടേക്കാ വരേണ്ടതെന്നൊക്കെ ഉസ്മാൻ നിങ്ങളോട് പറയും. ആ ഓക്കെ. നോക്കി
ഗജലക്ഷ്മി രാഘവ മാഡം പ്ലീസ് വല്ല ബസ്സോ ലോറി പിടിച്ച് ബാംഗ്ലൂർ പോകാൻ നോക്ക്. ഇല്ല, ഞാൻ പോകില്ല. പറയുന്നത് മനസ്സിലാക്ക്. ഈ അവസ്ഥയിൽ ഞങ്ങളോട് വരുന്ന അത്ര സേഫ് അല്ല. താനിപ്പോ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ താൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്നാണ്. Yes. ഞാൻ പോകാം. പക്ഷെ ആ മെസ്സേജ് അയച്ച ദിവസം ശരിക്കും എന്താ സംഭവിച്ച അതറിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ പോയിക്കോളാം. അല്ലെങ്കിലേ മനുഷ്യനോട് ഭ്രാന്ത് കയറിയിരിക്കാം. അതും പോരാതെ തല്ലും ബഹളും. താനൊന്ന് പോവാൻ നോക്കി. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അല്ല, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങള് ജീവനോട് ഉണ്ടാവുന്ന ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ പറ പ്ലീസ് പ്ലീസ്. 1 മാസം കഴിഞ്ഞ് ഞാൻ പിന്നെയും മെസ്സേജ് അയച്ചു. നോ റിപ്ലൈ. വിളിച്ചു നോക്കി, ഫോൺ സ്വിച്ച് ഓഫ്. അതുകൊണ്ട് ആ ബുക്കിലൊരു അഡ്രസ്സ് ഉണ്ടായിരുന്നു. ആ അഡ്രസ്സിൽ ഒരു ലെറ്റർ എഴുതി ആ ബുക്കിനുള്ളിൽ വെച്ച് ഞാനത് പോസ്റ്റ് ചെയ്തു. പക്ഷേ എനിക്കതിന് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. ശരി, ഞാൻ പോവാ. രാഘവി മാഡം, കുറച്ച് അങ്ങോട്ട് ഇടുന്ന ഹൈവേ വീട്ടിൽ പോകാൻ പറ്റും. സർ, ബുക്ക് മാഡത്തിനെ തോന്നുന്നത് വെച്ച് മറന്നുപോയതാ. ബാഗ് ഇവിടെ തന്നെ ഉണ്ട്. അതേ ബുക്ക് തന്നെ. അപ്പൊ രാഘവയാണോ അവള്? അങ്ങനെയാണെങ്കിൽ ഞാൻ മെസ്സേജ് അയച്ചത് ഇഷ്ടപ്പെട്ടത് അതൊക്കെ ഇവിടെയാ. എന്തുപറ്റി? എന്താ തിരിച്ചു വന്ന്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ തൻ്റെ അടുത്ത് ഒരു കള്ളം പറഞ്ഞു പോയി. തനിക്കറിയോ, ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചു, കത്തും അയച്ചിരുന്നു. പിന്നെ മനസ്സിലായത് അവൾ വളരെ മോശക്കാരിയാ, വൃത്തികെട്ട സ്വഭാവമാണെന്നൊക്കെ. എന്താ അങ്ങനെ പറയുന്നത്? അവൾക്ക് വലിയൊരു രോഗമുണ്ട്. അത് മറച്ചു വെച്ച എന്തായാലും തെറ്റല്ലേ?
രോഗോ? എന്ത് രോഗം? മറവി. സെയിം തന്റെ പോലെ തന്നെ. തൻ്റെ അടുത്ത് ഒരു മെസ്സേജ് വരാൻ വേണ്ടി കാത്തിരുന്നു. പിന്നെ അവസാനം ഞാനും മെസ്സേജ് അയക്കാൻ നിർത്തി. ഈ ബുക്ക് വന്നപ്പോ ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. 2 മാസം കഴിഞ്ഞാ ഈ ബുക്ക് എന്റെ കയ്യിൽ കിട്ടിയത്. അതിൽ നീ കൊടുത്തിരുന്ന നമ്പറിൽ ഞാൻ ഒരുപാട് തവണ വിളിച്ചു നോക്കിയതാ. ബട്ട് സ്വിച്ച് ഓഫ് ആയിരുന്നു. ആക്ച്വലി ഈ ബുക്ക് കൊറിയർ ചെയ്ത് 1 മാസത്തോളം ഞാൻ കാത്തിരുന്നു. പക്ഷെ ഒരു റിപ്ലൈ വന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ സിമ്മ് മാറ്റി. ആ അമേരിക്കയിലെ പയ്യൻ 2 വർഷം. അതെല്ലാം നോണ പറഞ്ഞതോ? ഒരു സത്യമെങ്കിലും പറഞ്ഞൂടെ? അമൃത. എന്റെ ശരിക്കുള്ള പേരതാ, അമൃത. നിന്റെ ലവ് സ്റ്റോറി പറഞ്ഞപ്പോ തന്നെ എനിക്ക് നീയാന്ന് മനസ്സിലായി. പക്ഷെ കുറച്ചേരം നിന്നെ കളിപ്പിക്കാന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നതാ. നിന്റെ കാറിൽ ബുക്ക് വെച്ചത് ഞാനല്ല, എന്റെ ഫ്രണ്ടാ. എനിക്കെന്തോ നമ്മളിങ്ങനെ ലൊക്കേഷനിലേക്ക് അടുത്ത് വരും തോറും വളരെ നല്ലവനായി മാറി. വലിയ റിസ്ക് എടുക്കാനാണോ പോകുന്നതെന്നൊരു തോന്നല്. നമുക്ക് തിരിച്ചു പോയാലാ? വേണ്ട, വെറുതെ പറഞ്ഞത്. മാഡത്തിന് വേണ്ടി അല്ലെങ്കിൽ പോലും ഞാൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇത്തിരി റിസ്ക് എടുത്തല്ലേ പറ്റൂ. നിങ്ങളുടെ ഉമ്മയുടെ അസുഖങ്ങളൊക്കെ മാറിയോ? അപ്പൊ എന്റെ ഉമ്മ ഭേദായോ? ശുക്രിയ. എന്റെ ഉമ്മ രക്ഷപ്പെട്ടു. എന്റെ ഉമ്മ എനിക്ക് തിരിച്ചു കിട്ടി. അല്ലാഹുവിന്റെ കൃപ. അല്ലാഹുവിന് നന്ദി പറയായി. നമ്മുടെ നാട്ടിലെ പൂജാരിയുടെ മോൻ വന്ന് രക്തം കൊടുക്കാതെ ഇരുന്നിരുന്നെങ്കിൽ, നിങ്ങളുടെ വീടിന്റെ എതിർ വീട്ടിലെ രാമപ്രസാദ് കറക്റ്റ് സമയത്ത് കാശ് കൊടുത്തില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ഉമ്മ ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ല. ആ ബായി, ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നു. നിങ്ങളുടെ ഉമ്മ പറഞ്ഞതാ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കാൻ പോയതാണെന്ന്. അതുകൊണ്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് വന്നേക്കരുതേ. എന്നാ ഞാൻ ഫോൺ വെച്ചേക്കട്ടെ. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ എല്ലാവരും പോയിക്കോളൂ. ഭായ്, ये ठीक नहीं. അവിടെ മാറി നിൽക്ക. ആരെതിരെ വന്നാലും ഇതായിരിക്കും ഗതി. പോക്കോ.
പൊക്കോളാൻ. എന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് വേഗം ഇവിടുന്ന് രക്ഷപ്പെട്. ചെല്ലേ, വേഗം ഇറങ്ങി വാ. ഉസ്മാൻ, എനിക്കെതിരെ വന്നതുകൊണ്ട് അവൻ എനിക്ക് കൊല്ലേണ്ടി വന്നു. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നും ശരിയല്ല, തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഉസ്മാൻ, അവരെ വെറുതെ വിട്ടേക്ക്, വിട്ടേക്ക് ഉസ്മാൻ. നമുക്കിതൊക്കെ വേണ്ടെന്ന് വെക്കാം ഉസ്മാൻ, വേണ്ടെന്ന് വെക്കാം. വേറെ എന്തെങ്കിലും ജോലി ചെയ്യാം നമുക്ക്. ഉസ്മാൻ, മാഡം കറക്റ്റായി കൊണ്ടു.